ഉട്ടോപ്പസ് രാജാവുണ്ട്. ആ രാജാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദ്വീപ്, അവിടെ എല്ലാ നീതി മാത്രം നടക്കുന്ന, എല്ലാവരും സമന്മാരായ സുഖസുന്ദരമായ ഒരു നാട്. ഈ നാടിനെ കുറിച്ച ചിന്ത ലോകത്തിന്റെ പ്രതീക്ഷയായി മാറി. അക്കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെ അച്ചടി മാധ്യമമോ പുസ്തകങ്ങളോ മറ്റ് വാർത്താവിനിമയോപാധികളോ വികസിച്ചിട്ടില്ലാത്ത കാലത്ത് പോലും ലോകം ചർച്ച ചെയ്തു ഈ പുസ്തകം. പ്രതീക്ഷയോടുകൂടി ഞങ്ങൾക്കും ഒരു ഉട്ടോപ്പസ് രാജാവിനെ ലഭിക്കണമേ എന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് മനുഷ്യ മനസ്സിന്റെ ചിത്രമാണ്. കാൾ മാർക്സ് തികഞ്ഞ ഭൗതികവാദിയാണ്. പക്ഷെ അദ്ദേഹം ഒരു വർഗരഹിത കമ്മ്യൂണിസ്റ്റ് സമൂഹത്തെ വിഭാവനം ചെയ്ത് സ്വപ്നം പുണ്യത്. ഉട്ടോപ്പിയ എന്ന പദം പിന്നീട് ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സുന്ദരമായ ഒരു ആശയത്തെ കുറിക്കാൻ പ്രയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നീതി നടപ്പിലാകുന്ന ഒരു ലോകത്തെക്കുറിച്ച പ്രതീക്ഷയും ആഗ്രഹവും നമ്മുടെ എല്ലാം മനസ്സുകൾക്കകത്തുണ്ട്. ഇതിന് തത്വശാസ്ത്രം പഠിക്കണമെന്നോ മതം പഠിക്കണമെന്നോ ഒന്നുമില്ല. ഏത് സാധാരണക്കാരന്റെയും മനസ്സിലുണ്ടത്. ഒരു നിരക്ഷരയായ ഒരു സ്ത്രീ, അവരുടെ ചെറിയ ചെറ്റക്കുടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ അയൽവാസിയായി ഒരു വലിയ മുതലാളി ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. അവരുടെ കയ്യിൽ അധികാരമില്ല, അവരുടെ കയ്യിൽ സമ്പത്തില്ല, അവരുടെ കയ്യിൽ സ്വാധീനമില്ല. ഇതെല്ലാം മുതലാളിയുടെ പക്കൽ. അതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും ചെയ്യാൻ ഈ സ്ത്രീക്ക് കഴിയുന്നില്ല. ഈ സമയത്ത് അവർ പറയും, പടച്ചോൻ കൊടുത്തോളൂ. ഇത് മനസ്സിന്റെ വിളിയാണ്. പടച്ചോൻ കൊടുക്കും. പക്ഷെ ഈ ലോകത്തിൽ നിന്ന് കൊടുക്കണുണ്ടോ? കൊടുക്കണില്ല. നമ്മൾ കാണാൻ കഴിയും. ഒന്നും അത്തരം ചൂഷകന്മാർ ജനിച്ചത് പലപ്പോഴും വെള്ളിക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ്, മരണപ്പെടുന്നത് സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ചുകൊണ്ടാണ്. ഈ വെള്ളിയിൽ നിന്ന് സ്വർണത്തിലേക്കുള്ള ദൂരം ചൂഷണങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ നേടിയെടുത്തതായിരിക്കും. ഇവർക്ക് നീതി ലഭിക്കുന്ന, നീതി നടപ്പാക്കുന്ന ഒരു ലോകമില്ലെങ്കിൽ ദൈവം കാരുണ്യവാനാണെന്ന് പറയാൻ സാധ്യമല്ല. ദൈവം കരുണാനിധിയാണെന്നും ദൈവം നീതിമാനാണെന്നും ദൈവമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഒരു സ്വാഭാവികമായ അടുത്ത പറച്ചിലാണ്, അടുത്ത ഉത്തരം തന്നെയാണ് നീതി നിലനിൽക്കുന്ന ഒരു ലോകം. ഈ ഭൂമിയിൽ നീതി നടപ്പാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എത്ര വലിയ നീതിയുള്ള സമൂഹമുണ്ടെങ്കിലും, നീതിയുള്ള ഭരണ സംവിധാനം ഉണ്ടെങ്കിലും പൂർണ്ണമായി നീതി നടപ്പാക്കാൻ ആർക്കാണ് കഴിയുക? ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ആളുകൾ, നൂറുകണക്കിന് ആളുകളെ സ്വന്തം കൈകൊണ്ട് തലച്ഛേദിച്ചു കൊന്ന ആളുകൾ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ആളുകളാണ്. പതിനായിരങ്ങൾക്ക് വിഷമുള്ള ആശയം കൊടുത്ത് അവരുടെ തലച്ചോറിനെ മലീമസപ്പെടുത്തി കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം ഉത്തരവാദികളായി തീർന്നവർ. ഈ നൂറുകണക്കിന് ആളുകളെ കൊന്നയാളെ കോടതി വിചാരണ ചെയ്തു. അയാൾ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാളെ ശിക്ഷിക്കാൻ ആർക്കാണ് കഴിയുക? ഈ 100 ആളുകളുടെ മരണവേദന അനുഭവിപ്പിക്കാൻ, ഈ 100 പേർ മരിച്ച അതുകൊണ്ട് ഉണ്ടായ വൈധവ്യത്തിന്റെ പ്രയാസം അയാൾക്ക് അനുഭവിപ്പിക്കാൻ, ഈ 100 പേർ മരിച്ചത് കൊണ്ടുണ്ടായ നൂറുകണക്കിന് പേരുടെ അനാഥത്വത്തിന്റെ പ്രയാസം ഇയാൾക്ക് അനുഭവിപ്പിക്കാൻ ലോകത്തെ ഏത് കോടതിക്കാൻ സാധിക്കും? ബ്രിട്ടനിൽ ഈ അടുത്ത് ഒരു ശിക്ഷ വിധിച്ചു. 640 കൊല്ലത്തെ ജീവപര്യന്തം തടവായിരുന്നു വിധിച്ച ജഡ്ജിക്കും അറിയാം, കേട്ട ജനത്തിനും അറിയാം 640 കൊല്ലം അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഈ അയാൾ ചെയ്ത ക്രൂരതയുടെ, തിന്മയുടെ വലുപ്പം വ്യക്തമാക്കാൻ കോടതി പറഞ്ഞതാണ്. ഇംഗ്ലണ്ടിലെ നിയമമനുസരിച്ച് അയാൾ 640 കൊല്ലമെങ്കിലും ശിക്ഷിക്കണം. സാധ്യമല്ല അവിടെ. അപ്പൊ അതിന് കഴിയുന്ന ഒരു വേദി വേണം. അത് ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ സാധ്യമല്ല. അപ്പോൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന് കൂടി നമ്മൾ അറിയുമ്പോൾ നമ്മൾ അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം വഴി നമുക്ക് ഇത്തരം ഒരു ലോകത്ത് അറിയാൻ കഴിയില്ല. ശാസ്ത്രമാണല്ലോ ചോദിച്ചത്. ശാസ്ത്രത്തിന് മരണം തന്നെ എന്ത് എന്ന് പറയാൻ ഇതുവരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. മരണത്തിൽ ശരീരത്തിൽ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ മാറ്റം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ മരണാനന്തര ജീവിതം സ്വാഭാവികമാണ്.
മരണത്തിന് സംഭവിക്കുമ്പോൾ ശരീരത്തിന്റെ എന്താണ് നഷ്ടപ്പെടുന്നത്? ഹൃദയമിടിപ്പ് നിൽക്കുന്നു എന്ന് പറയാം, തലച്ചോറിന്റെ സ്പന്ദം നിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ അവിടെ എന്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഇതെല്ലാം മെല്ലെ 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 നിന്ന് പോകുന്നത്? ശാസ്ത്രത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പറയുന്നത് അതിന് അപ്പോൾ ശാസ്ത്രത്തിൻ്റെതല്ലാത്ത മാർഗങ്ങൾ, അവിടെ ശാസ്ത്രീയമായൊരു മാർഗമുണ്ട്. ശാസ്ത്രത്തിൻ്റെതല്ലാത്ത മാർഗത്തിൽ തന്നെ ശാസ്ത്രീയമായ മാർഗം. ഞാനൊരു ഭൗതിക ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയും, അത് ചതുർമാന പ്രപഞ്ചമാണ്, ടൈം സ്പേസ് കോണ്ടിന്യൂം ആണ്. ഈ പ്രപഞ്ചം 4 മാനങ്ങളുള്ളതാണ്, 4 ഡയമെൻഷണൽ സ്പേസ് ആണ്. നമുക്കാർക്കും അത് വേണ്ട രൂപത്തിൽ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട്? പക്ഷേ അതിന് മാത്തമാറ്റിക്കലി പ്രൂവൺ ആണത്, ഗണിതശാസ്ത്രപരമായി കൃത്യമായി തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ശാസ്ത്രത്തിന് തന്നെ ഒരു ഗണിതശാസ്ത്രത്തിന്റെ രീതിയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത, തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, വേണ്ട രൂപത്തിൽ അപഗ്രഥിക്കാൻ സാധ്യമല്ലാത്ത ഒരു വിഷയം ഫിസിക്സിന്റെ അധ്യാപകൻ അദ്ദേഹം ഗണിതശാസ്ത്രപരമായി സമർത്ഥിച്ചു തരുമ്പോൾ ആ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ശാസ്ത്രത്തിന്റെ രീതിയാണ്. ഇത് ഇവിടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്ഥലത്തും നമുക്ക് ശാസ്ത്രത്തിൻ്റെതായ ഈ അപഗ്രഥന രീതി കൊണ്ടുവരാം. അവിടെയാണ് ഞാൻ പലപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പറയാറുള്ള ഒരു കഥ ആവർത്തിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. മറ്റൊന്നുമല്ല, ഒരു കുളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മത്സ്യങ്ങൾ. ആ മത്സ്യങ്ങളിൽ ഒന്നിന്റെ മുന്നിൽ അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇര കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ മത്സ്യം ആ ഇര കടിക്കാൻ വേണ്ടി ആവേശത്തോടു കൂടി നീന്തിയെടുക്കുകയാണ്. അങ്ങനെ നീന്തിയെടുക്കുന്ന മത്സ്യത്തിന്റെ മുന്നിൽ തവള പ്രത്യക്ഷപ്പെടുന്നു. തവള മീനിനോട് പറയുന്നു, മീനെ അത് കടിക്കരുത്. കടിച്ചാൽ അതിന്റെ ഉള്ളിൽ, ആ ഇരക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചൂണ്ടലുണ്ട്. ആ ചൂണ്ടക്കുളത്ത് നിന്റെ ചെകിളയിൽ കൊളുത്തും. ആ ചൂണ്ടലിന്റെ അറ്റവുമായി വടിയും പിടിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നൊരു ജീവിയുണ്ട് കരയിൽ. ആ ജീവി നിന്നെ വലിച്ചെടുക്കും കരയിലേക്ക്. നീ അതോടുകൂടി ചത്തുപോകും. അങ്ങനെ ചത്ത നിന്റെ ശരീരവും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ അയാളുടെ ഭാര്യ എന്ന മറ്റൊരു ജീവിയുണ്ട്. അവളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട് എന്ന ആയുധം. ആ കത്തി ഉപയോഗിച്ച് നിന്റെ ശരീരത്തെ അവൾ നുറുക്കും. എന്നിട്ട് മുളകിലിട്ട് ചീനച്ചട്ടയിൽ എണ്ണയിൽ വറുത്തെടുത്ത് അയാളും ഭാര്യയും അവരുടെ മക്കളും കൂടി നിന്നെ തിന്നു. ഈ സമയത്ത് മത്സ്യം പറയുന്നു എന്ന് കരുതുക, എന്റേതായ അന്വേഷണങ്ങളിൽ നിന്ന് ഇങ്ങനെയൊരു കൊളുത്ത് കാണാൻ കഴിയുന്നില്ല. എനിക്ക് കുളത്തിനപ്പുറത്തുള്ള ഒരു ലോകം തന്നെ അനുഭവവേദ്യമല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അംഗീകരിക്കാൻ തയ്യാറല്ല. മത്സ്യം പറയാണ്, ഇങ്ങനെ ഒരു ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ആ ചീനച്ചട്ടിയിൽ പോയി തിരിച്ചു വന്ന് ആരെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ തെളിവ് വല്ലതുണ്ടോ? എന്റെ അന്വേഷണത്തിൽ, എന്റെ ശാസ്ത്രീയമായ എന്റെ തലച്ചോറ് ഉപയോഗിച്ച്, എന്റെ നിരീക്ഷണം ഉപയോഗിച്ചുള്ള അപഗ്രഥനത്തിൽ ഇത് കാണുന്നില്ലല്ലോ. ഇത് പറഞ്ഞ് മത്സ്യത്തിന് വേണമെങ്കിൽ അത് നിഷേധിക്കാം. ഈ നിഷേധം ശാസ്ത്രീയമല്ല. ശാസ്ത്രീയമായ നിഷേധം എന്ന് പറഞ്ഞാൽ അപഗ്രഥനത്തിന് ശേഷമുള്ള നിഷേധമാണ്. അതെങ്ങനെയാണ്? ഒന്നാമതായി, തവള ഇത് വന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആ തവള പറയുന്ന മറ്റൊരു ലോകമുണ്ട്. അഥവാ വെള്ളത്തിനപ്പുറത്തുള്ള, ഈ കുളത്തിനപ്പുറത്തുള്ള ഒരു ലോകം. ആ ലോകം ഉണ്ടാകാനുള്ള സാധ്യത ഒരു മത്സ്യം എന്നുള്ള നിലക്ക്, പരിമിതമായ ഒരു ലോകത്ത് ജീവിക്കുന്നവൻ എന്നുള്ള നിലക്ക് അവൻ അംഗീകരിക്കണം. സാധ്യത ഉണ്ടാകാം, ഒരു 0.1%. അതിനുശേഷം അത്തരം ഒരു ലോകമുണ്ടെങ്കിൽ അത്തരം ഒരു ലോകത്തെക്കുറിച്ച് വല്ല വിവരവും തവളക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കും, തവളക്ക് കരയിൽ കൂടി ജീവിക്കാൻ കഴിയും, അത്തരം ഒരു ലോകത്തെക്കുറിച്ച് തവളക്ക് അറിയാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ അടുത്തതായി അയാൾ അന്വേഷിക്കേണ്ടത് ഈ തവള കളവ് പറയാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്.
ഇതുവരെ തവള ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നുകൂടി മനസ്സിലായി കഴിഞ്ഞാൽ തവള പറയുന്നതാണ് ശരി എന്ന് അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ രീതി. ഇതേപോലെ മനുഷ്യന്റെ മനസ്സിൽ ഉള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ആ പ്രോഗ്രാമിംഗ്, ഇതിനനുസൃതമായി പ്രവാചകന്മാർ നമ്മളോട് വന്ന് പറയുന്നു ഇങ്ങനെ ഒരു മരണാനന്തര ജീവിതമുണ്ട്, അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് നിഷേധിക്കാം. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒറ്റയടിക്ക് നിഷേധിക്കുന്നതിന് മുൻപ് അത്തരം ഒരു ലോകമുണ്ട് എന്ന് ഈ പ്രവാചകന്മാർ പറയുമ്പോൾ ആ പ്രവാചകന്മാർ പറഞ്ഞതിന് ഉപോത്ബലകമായി വല്ല തെളിവുമുണ്ടോ എന്ന് അങ്ങനെ അന്വേഷിക്കുമ്പോൾ പ്രവാചകന്മാർക്ക് ഈ ഭൂമിക്ക് പുറത്തു നിന്ന്, ഈ പ്രപഞ്ചത്തിന് പുറത്തു നിന്നുള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇക്കാലഘട്ടത്തിലെ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ 1/3 മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നു. ആ ഖുർആനിനെ ഞാൻ പരിശോധനാ വിധേയമാക്കുന്നു. നമ്മൾ ഈ വിഷയത്തിൽ അന്വേഷണത്തിൽ ഖുർആനിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ. ആകാശ ലോകങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നു. കാറ്റിനെയും മഴയെയും ഇടിമിന്നലിനെയും കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. സമുദ്രത്തെയും തിരമാലകളെയും അതിനകത്തുള്ള ജീവജാലങ്ങളെയും സസ്യലതാദികളെയും ജന്തുജീവജാലങ്ങളെയും മനുഷ്യന്റെ തന്നെ ഭ്രൂണ രംഗത്തുള്ള പരിണാമത്തെയും കുറിച്ച് ഖുർആൻ പറയുന്നു. ഇവിടെയെല്ലാം നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ലോകത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളിൽ എവിടെയെങ്കിലും സൂക്ഷ്മമായ ഒരു അബദ്ധമെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും ഖുർആനിന്റെ ഏതെങ്കിലും ഒരു പരാമർശത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെയാണ് ലോകം അത് കേട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഒരു വേദഗ്രന്ഥത്തിൽ, അത്തരം ഒരു ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഒരു അബദ്ധമുണ്ടെങ്കിൽ നമുക്കത് വലിച്ചെറിയാം. അതില്ല എന്ന് എന്റെ പഠനം മുഴുവനും ശാസ്ത്രത്തിലെ എല്ലാ ശാഖകളും ഉപയോഗിച്ച്, ചരിത്രത്തിന്റെ എല്ലാ ശാഖകളും ഉപയോഗിച്ച്, അതല്ലെങ്കിൽ എല്ലാ വിജ്ഞാനീയങ്ങളും ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഇല്ല, ഇതിൽ അബദ്ധമൊന്നുമില്ല എന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ ഖുർആൻ പ്രപഞ്ചത്തിന് പുറത്തു നിന്ന്, ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനിൽ നിന്ന്, എല്ലാ അറിവിന്റെയും ഉടമസ്ഥനായ പടച്ചവനിൽ നിന്നുണ്ടായതാണ് ഇത്. അങ്ങനെയാകുമ്പോൾ എല്ലാ അറിവിന്റെയും ഉടമസ്ഥനായ പടച്ചവനിൽ നിന്നുണ്ടായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ എന്നോട് പറയുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്, അവിടെ രക്ഷാശിക്ഷകളുണ്ട്. അന്വേഷിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലെല്ലാം 100% ഒരു ചെറിയ അബദ്ധം പോലുമില്ലാത്ത പരിശുദ്ധ ഖുർആൻ. ഇവിടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും എന്റെ അപഗ്രഥനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഏത് വിഷയത്തിലും തെറ്റുപറ്റാത്തവനിൽ നിന്നുള്ളതാണ് ഖുർആൻ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ തെറ്റുപറ്റാത്തവനിൽ നിന്നുള്ളതാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള അറിവുമെന്ന് നാം മനസ്സിലാക്കുന്നു. മൂന്നാമതായി തവള മത്സ്യം ചെയ്യേണ്ടത് ഇത് വന്ന് പറഞ്ഞവന്റെ സത്യസന്ധതയെ പരിശോധിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ പരിശുദ്ധ ഖുർആൻ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കേട്ടു. അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിന് പുറത്തു നിന്ന് പടച്ച തമ്പുരാനിൽ നിന്ന് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഖുർആനിലെ സത്യസന്ധമായ പ്രസ്താവനകൾ നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ ആ പ്രവാചകന്റെ ജീവിതം കൂടി ഒന്ന് പരിശോധിക്കുക. ആ പ്രവാചകൻ 40 വയസ്സ് വരെ ഒരു കളവ് പറഞ്ഞതായി ലോകത്തൊരാൾക്കും അഭിപ്രായമില്ല. പ്രവാചകന്റെ ശത്രുക്കൾക്ക് പോലും, മുഹമ്മദ് നബിയുടെ ശത്രുക്കൾക്ക് പോലും അദ്ദേഹം കള്ളം പറഞ്ഞിരുന്നു എന്ന അഭിപ്രായമില്ല. അദ്ദേഹത്തിനെതിരെ അതിശക്തമായി യുദ്ധം നയിച്ച ആളുകളുടെ നേതാവ് പറഞ്ഞത്, അബൂജഹൽ പറഞ്ഞത്, മുഹമ്മദ് അവൻ കളവ് പറയുമെന്ന് എനിക്ക് അഭിപ്രായമല്ല, പക്ഷേ അവൻ പറയുന്ന ഈ ആശയമുണ്ടല്ലോ അത് കളവാണ്. എന്താ? സൃഷ്ടികർത്താവായ തമ്പുരാൻ മാത്രമേ ആരാധനകൾ അർഹിക്കുന്നുള്ളൂ എന്ന ആശയം. ഇവിടെയാണ് 40 വയസ്സ് വരെ സത്യസന്ധനായി ജീവിച്ച മുഹമ്മദ് നബി 40ാമത്തെ വയസ്സിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു.
അപ്പോൾ മുതൽ ഒരു കളവ് പറയാൻ മുഹമ്മദ് നബി തുടങ്ങി എന്ന് വിചാരിക്കുക നമ്മൾ. എങ്കിൽ അതിന്റെ പിന്നിൽ സ്വാർത്ഥമായ വല്ല താല്പര്യങ്ങളും ഉണ്ടാകണം. അതുവരെ സത്യസന്ധൻ എന്ന് 100% സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ച ഒരാൾ അപ്പോൾ മുതൽ 40-ാമത്തെ വയസ്സു മുതൽ ഒരു പച്ചക്കള്ളം പറയുന്നുവെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഈ കളവ് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിനു മാത്രം വലിയൊരു സ്വാർത്ഥമായ താല്പര്യമുണ്ട് എന്നാണ്. പരിശോധിക്കുക മുഹമ്മദ് നബിയുടെ ജീവിതം. 40 വയസ്സ് വരെ സമൂഹത്താൽ അംഗീകരിക്കപ്പെട്ടിരുന്ന അദ്ദേഹം ഒറ്റക്കെട്ടായി സത്യസന്ധൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. 40-ാമത്തെ വയസ്സിൽ ഇത് പറഞ്ഞത് മുതൽ അദ്ദേഹം സമൂഹത്താൽ തിരസ്കൃതമായി, ബഹിഷ്കരിക്കപ്പെട്ടു. നമുക്കറിയാം, മരണാനന്തര ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം പറഞ്ഞു എന്ന കാരണത്താൽ അദ്ദേഹം ബഹിഷ്കരിക്കപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയുമെല്ലാമാണ് ചെയ്തത്. ഒരിക്കലും അതുവഴി അദ്ദേഹത്തിനൊരു ലാഭമുണ്ടായിട്ടില്ല. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം പരിശോധിച്ചാൽ പാതിരാത്രിയിൽ ആരാരും കാണാത്ത സമയത്ത് ഒറ്റക്ക് എഴുന്നേറ്റിരുന്ന് നമസ്കരിക്കുന്ന, മരണാനന്തര ജീവിതത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ഉറപ്പുള്ള രൂപത്തിൽ ആ സത്യസന്ധരെന്ന് സമൂഹം വിധിയെഴുതിയ അന്തിമ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നു. ഇവിടെയാണ് മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് സംശയരഹിതമായി നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, അത് നമ്മുടെ എല്ലാം മനസ്സിന്റെ വിളിയാണ്. 2, അത് പടച്ചവൻ നീതിമാനാണെങ്കിൽ അത്തരം ഒരു ലോകം ഉണ്ടായേ തീരും. 3, പ്രവാചകന്മാർ മുഴുവനും ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒരേ സ്വരത്തിൽ പഠിപ്പിച്ചു. ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അവരുടെ കാലത്തെ തെളിവുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ അവർക്ക് ലഭിച്ച ദിവ്യ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. 4, ഇന്ന് നിലനിൽക്കുന്ന ദിവ്യ വെളിപാടായ പരിശുദ്ധ ഖുർആൻ പരിശോധനാ വിധേയമാക്കുമ്പോൾ അവിടെ ഖുർആനിൽ 1/3 ഭാഗം മരണാനന്തര ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നു. അവിടെ എവിടെയും അതല്ലാത്ത പരിശുദ്ധ ഖുർആനിൽ പറയുന്ന പരാമർശങ്ങളിൽ എവിടെയെങ്കിലും അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ നിരക്ഷര സമൂഹത്തിൽ ജീവിച്ച അന്തിമ പ്രവാചകന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഖുർആനിൽ ഒരബദ്ധം പോലും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളും സത്യസന്ധമായി തീരും. 5-മതായി അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സത്യസന്ധത മരണാനന്തര ജീവിതത്തിന്റെ സത്യതക്കുള്ള തെളിവാണ്. ഇനി ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത മതഗ്രന്ഥങ്ങളിൽ ഒരേ ആശയങ്ങളാണോ? അല്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യത്തിൽ മതഗ്രന്ഥങ്ങളെല്ലാം ഒരേപോലെ യോജിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, കഠോപനിഷത്തിലെ പ്രഥമ വല്ലിയിലെ പ്രഥമാധ്യായത്തിലെ 12-ാമത്തെ വചനം പറയുന്നു, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാഭിവേദി ഉഭേ തീർത്വാശനായ പിപാസേ ശോകാദികോ മോദതേ സ്വർഗലോകേ. ഭയമില്ലാത്ത, പ്രയാസമില്ലാത്ത, മരണമില്ലാത്ത, ജരാനരകളില്ലാത്ത, ക്ഷുത്പിപാസിതാദികളില്ലാത്ത, അഥവാ പട്ടിണിയോ വിശപ്പോ ദാഹമോ ഇല്ലാത്ത സ്വർഗലോകം. അവിടേക്കാണ് ആത്മജ്ഞാനികൾ സ്വന്തത്തെ മനസ്സിലാക്കിയവർ കടന്നു ചെല്ലുന്നത്. ഈശാവാസ്യോപനിഷത്തിലെ 3-ാമത്തെ ശ്ലോകം പഠിപ്പിച്ചു, അസൂര്യ നാമതേ ലോകേ അന്ധേന പ്രമസാമൃതഃ താംസ്ത്യ പ്രേദ്യാഭിഗച്ഛന്തി യേചാത്മഹാനോ ജനഃ. നരകം, അജ്ഞാനന്ധകാരത്തിന്റെ ലോകം, ആ ലോകത്തേക്കാണ് ആത്മഘാതികൾ കടന്നു പോകുന്നത്. ആത്മാവിനെ മനസ്സിലാക്കാത്തവർ, സ്വന്തത്തെ അറിയാൻ കഴിയാത്തവർ, എന്തിനു വേണ്ടി ഞാൻ ഈ ലോകത്ത് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ. ക്രിസ്തു യേശു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിലൂടെ പഠിപ്പിച്ചു, നീ സമ്പാദ്യങ്ങൾ കരുതി വെക്കേണ്ടത് സ്വർഗത്തിലേക്ക് വേണ്ടിയാണ്. ഇതേ യേശു മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 43 മുതൽ 49 വരെയുള്ള വചനങ്ങൾ പഠിപ്പിച്ചു, നീ പാപം ചെയ്യരുത്, കാരണം നരകത്തിലേക്ക് പോകും. പാപം ചെയ്താൽ പോകുന്ന നരകം, അവിടുത്തെ തീ കെടുന്നില്ല, പുഴുക്കൾ നശിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചു മരണാനന്തര ജീവിതത്തെ പറ്റി.
ഫമൻ സൂസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. എല്ലാവരും മരിക്കും, മരണാനന്തര ജീവിതത്തിൽ വെച്ചാണ് പ്രതിഫലം കിട്ടുക. അവിടെ സ്വർഗപ്രവേശത്തിന് അർഹരായി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതാണ് വിജയം. ഇവിടെ എല്ലാ ഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി സ്വർഗനരകങ്ങളെ മരണാനന്തര ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ വിശ്വാസങ്ങളിൽ മാറ്റമുണ്ടായി. മരണാനന്തര ജീവിതം, അവിടെ സ്വർഗനരകങ്ങൾ, അവിടെ നന്മ തിന്മകൾ, ആ നന്മ തിന്മകൾക്ക് കൃത്യമായി പ്രതിഫലം നൽകുന്ന പരലോകത്തെ പടച്ചവൻ, ഈ ഒരു വിശ്വാസം നിലനിന്നാൽ പിന്നെ പൗരോഹിത്യത്തിന് കടന്നു വരാൻ മാർഗമില്ല. അവിടെ പിന്നീട് പൗരോഹിത്യം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ഭാരതത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി പുനർജന്മ വിശ്വാസം. പുനർജന്മ ഇവിടെ തന്നെ പന്നിയും പട്ടിയും ചണ്ടാളനുമായി ജനിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രാഹ്മണൻ ക്ഷത്രിയനും വൈശ്യനുമായി ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു? അത് പരിശോധിച്ചാൽ മതി എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ. ചന്ദഗ്യോപനിഷത്തിൽ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിലാണ് നമ്മൾ ഭാരതീയ സാഹിത്യത്തിൽ ആദ്യമായി പുനർജന്മ വിശ്വാസം കാണുന്നത്. അതെങ്ങനെയാണ്? സ്വധർമ്മം അനുഷ്ഠിക്കുന്നവൻ, ഈ ജന്മത്തിൽ നന്മ ചെയ്ത് സ്വധർമ്മം അനുഷ്ഠിക്കുന്നവൻ, അവൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ യോനിയിൽ ജനിക്കുന്നു, ജനനാന്ദ്രിയത്തിൽ ജനിക്കുന്നു. അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബ്രാഹ്മണ യോനിം വ ക്ഷത്രിയ യോനിം വ വൈശ്യ യോനിം. ഇനി ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കാതെ തിന്മ ചെയ്ത് ജീവിച്ചവർ അടുത്ത ജന്മത്തിൽ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിലാണ് ജനിക്കുന്നത്. ഇവിടെ എന്തിനു വേണ്ടി അത് ഉണ്ടാക്കി നമുക്കറിയാം. ആ വചനം കേട്ടാൽ തന്നെ ഇത് നിലനിന്ന പിൽക്കാലഘട്ടത്തിൽ നിലനിന്ന വർണ്ണാശ്രമ വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമായി ജീവിച്ച് സുഖമനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ജന്മത്തിൽ നന്മ ചെയ്തുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ചതുകൊണ്ടാണ്. ഈ ജന്മത്തിൽ പന്നിയെയും പട്ടിയെയും പോലെ ചണ്ടാളനും, ചണ്ടാളൻ ആരാണ്? അടിസ്ഥാന വർഗമാണ്. എന്തിനു വേണ്ടിയാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പന്നിയെയും പട്ടിയെയും പോലെ ചണ്ടാളനായത്? കഴിഞ്ഞ ജന്മത്തിൽ അവൻ സ്വധർമ്മം അനുഷ്ഠിക്കാത്തതുകൊണ്ടാണ്. ഈ ജന്മത്തിൽ അവൻ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കാം. ഈ ധർമ്മത്തിലെ ചണ്ടാളന്റെ സ്വധർമ്മം എന്താണ്? ഈ 3 ജാതികളുടെ അടിമപ്പണി. ഈ ജന്മത്തിലെ ചണ്ടാളന്റെ സ്വധർമ്മം അതാണ് ചണ്ടാളന് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജന്മത്തിൽ ചണ്ടാളൻ കൃത്യമായി അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആയി ജനിക്കാം. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വികസിച്ച യഹൂദന്മാരുടെ സങ്കുചിതത്വം, യഥാർത്ഥത്തിൽ സ്വർഗലോകത്തിന് അർഹരായ ആളുകൾ യഹൂദന്മാർ മാത്രമാണ് എന്നുള്ള വിശ്വാസമാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർ മാത്രമാണ്, ഇസ്രായേൽ. ഇത് കടന്നു വന്നിട്ട് പിന്നീട് ക്രിസ്തുമതം എത്തിയപ്പോൾ പൗലോസിന്റെ സിദ്ധാന്തപ്രകാരം ന്യായവിധി നടപ്പാക്കപ്പെടുകയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച ആളുകൾ അവരെ എത്ര തിന്മ ചെയ്താലും പാപരഹിതരായി സ്വർഗത്തിലേക്ക് വയ്ക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ്. അതിൽ പിന്നെ നിത്യനരകവും നിത്യ ജീവനും എന്നുള്ള ആശയത്തിന് പിൽക്കാലഘട്ടങ്ങളിൽ പല ചർച്ചുകളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇന്നും ചർച്ചകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്നതാണ്. നിത്യ സ്വർഗമാണോ നിത്യ നരകമാണോ ഉള്ളത്? നരകം എന്നത് ഒരു ഭൗതിക പ്രതിഭാസമാണോ ആത്മീയ പ്രതിഭാസമാണോ? ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി വേദഗ്രന്ഥങ്ങളെല്ലാം ഒരേ ആശയങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും പിൽക്കാലഘട്ടത്തിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നപ്പോൾ ഇതിലെല്ലാം സ്വാർത്ഥതയുടെ ലാഞ്ചനകൾ കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വളരെ ഗൗരവതരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായ പഠനത്തിനും പരിശോധനക്കും വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. മരണം എപ്പോഴാണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഉത്തരവെന്നാണ് അവർ പറഞ്ഞതെങ്കിലും ഞാൻ അതിൽ സംതൃപ്തനല്ല. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നാണ് ചോദ്യം. അതിന് എനിക്ക് കിട്ടിയ മറുപടി, ഈ ഭൂമി മനുഷ്യന് ഇറക്കിക്കൊടുത്തത് ഒരു വെള്ളിയാഴ്ചയാണ്. മനുഷ്യനെ ഈ ലോകത്തേക്ക് വിട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്.
ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ് എന്നാണ്. അപ്പം അത് എനിക്ക് മനസ്സിലാവാതെ പോയത് എന്താണെന്നുള്ളത് നിങ്ങൾ വിസ്തരിച്ചാൽ കൊള്ളാം. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടി എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാതെ പോയത് എന്ന് ഞാൻ പറയണമെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എങ്ങനെ എനിക്ക് മനസ്സിലാവുക? സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം, ഒരു മാസത്തിന്റെ പ്രാധാന്യം, ഏതെങ്കിലും ആഘോഷ ദിവസങ്ങളുടെ പ്രാധാന്യം, എന്തുകൊണ്ട് അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അടിസ്ഥാനപരമായി നമ്മളെ പടച്ച തമ്പുരാൻ അതിന് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. പടച്ചവൻ പ്രാധാന്യം കൽപ്പിച്ച, പടച്ചവൻ പ്രത്യേക ദിവസമാണ് എന്ന് പറഞ്ഞ ദിവസം നമുക്കും പ്രത്യേകമാണ്. പടച്ചവൻ പ്രത്യേകം കൽപ്പിച്ച, പ്രാധാന്യം കൽപ്പിച്ച മാസം നമുക്കും പ്രധാനപ്പെട്ടതാണ്. പടച്ചവൻ പ്രാധാന്യം കൽപ്പിച്ച ദിവസങ്ങൾ നമുക്കും പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മൾ അടിസ്ഥാനപരമായി അന്വേഷിക്കേണ്ടത് പടച്ചവൻ അതിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ്. ഇവിടെയാണ് റമദാൻ മാസം, ഒരു മാസം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ വേറെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളുണ്ട്, മുഹറത്തെ പോലെയുള്ള മാസങ്ങൾ. ഈ മാസങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ആ മാസങ്ങൾ പടച്ചവൻ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു, പടച്ചവൻ ചില പ്രത്യേക കാര്യങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മൾ പരിശോധിക്കുക പടച്ചവൻ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മൾ പരിശോധനാ വിധേയമാക്കുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചക്ക് ഉള്ള പ്രാധാന്യമായി പറഞ്ഞത് പ്രധാനമായും ജുമാ തന്നെയാണ്. ആ ജുമാക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് ആരാ? പടച്ചവനാണ്. മറ്റു കാര്യങ്ങൾ അതിന് ഉപോത്ബലകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങൾ ചില ഹദീസുകളിൽ കാണുന്ന കാര്യമാണ്. അത് പടച്ചവൻ വെള്ളിയാഴ്ചയെ അക്കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് പോലെ തന്നെ അന്തിമ പ്രവാചകന്റെ ഉമ്മത്തിന്, സമുദായത്തിന് വെള്ളിയാഴ്ച ദിവസം ജുമാഅക്ക് ഒരുമിച്ച് കൂടാൻ, അങ്ങനെ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു യോജിപ്പും ഐക്യവും അതോടൊപ്പം തന്നെ സ്പന്ദവും അതിലൂടെ സംവേദനത്തിന് പടച്ചവൻ തീരുമാനിച്ചതാകാം. അതായിരിക്കാം വെള്ളിയാഴ്ചക്ക് മുസ്ലിം സമുദായത്തിന് പ്രാധാന്യം കൽപ്പിച്ചതിന് കാരണം. തീർച്ചയായും ഈ ഹദീസുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, തങ്ങൾക്ക് ലഭിച്ച ഉത്തരം തീർച്ചയായും ഈ ഹദീസുകളിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള ഉത്തരം. അത് തന്നെയാണ് നമുക്ക് ആവർത്തിക്കാൻ. ഒരു ഉപചോദ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വീണ്ടും ആവർത്തിച്ചത്. അതായത് വെള്ളിയാഴ്ചയാണെന്ന് ഇത്ര സ്പഷ്ടമായിട്ട് പറയത്തക്ക രീതിയിൽ മനുഷ്യന്റെ ഉത്ഭവവും ഭൂമി മനുഷ്യനായി ഇറക്കപ്പെട്ടതും പറയുമ്പോൾ അതിന് ഒരു സ്പഷ്ടതയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദിവസത്തിൻ്റെ പേര്. ഇവിടെ ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. ഈ കാലങ്ങളെ മനുഷ്യൻ ഗണിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു കലണ്ടർ, ഹിജറ വർഷം തുടങ്ങിയാണ് നമുക്ക് അറബ് മാസങ്ങളെ നമ്മൾ ഗണിക്കപ്പെടുന്നതെങ്കിലും അതിന് മറ്റ് പല രാഷ്ട്രങ്ങളിലും കാലത്തെ ഗണിക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതി, ഇംഗ്ലീഷ് മാസവും മലയാള മാസവും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ കാലപരിധി നമുക്ക് അതിനപ്പുറത്തോട്ട് പറയുന്നത് BC AD എന്നാണ്. അതായത് സ്പഷ്ടമായി പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളത് BC AD എന്ന് പറയപ്പെടുന്നു. എങ്കിൽ വെള്ളിയാഴ്ച എന്ന് ഇത്ര സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളെ എന്തുകൊണ്ട് സ്പഷ്ടമായും നമുക്ക് ഒരു കലണ്ടർ ഉണ്ടായില്ല? ഏകദേശം 2000-ഓ 3000-ഓ വർഷങ്ങളെ നമുക്ക് അപഗ്രഥിക്കാമെങ്കിലും ബാക്കിയുള്ള കാലങ്ങളെ അതിനു മുമ്പ് എന്തുകൊണ്ട് വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. വെള്ളിയാഴ്ച എന്ന് കൃത്യമായി പറയാൻ കഴിയുമെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളെ എന്തുകൊണ്ട് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നില്ല എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം.
ഇവിടെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഒന്നാമത്തേത്, ആഴ്ച എന്നുള്ളത് ഒരു ആഴ്ചയിൽ 7 ദിവസമാണ് എന്നുള്ളത് നമ്മൾ ആരെങ്കിലും കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തമല്ല. മറിച്ച് ഈ ആഴ്ചയും ദിവസങ്ങളും പടച്ചവന്റെ സൃഷ്ടിക്രമത്തിൽ തന്നെയുള്ളതാണ്. ആ സൃഷ്ടിക്രമത്തിന്റെ ഭാഗമാണത്. അതിന് മലയാളി വെള്ളി എന്ന് വിളിക്കാൻ തുടങ്ങിയത്, തിങ്കളെന്ന് വിളിക്കാൻ തുടങ്ങിയത്, ചൊവ്വാന്ന് വിളിക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ പിൽക്കാലഘട്ടത്തിലാകാം. പക്ഷെ ഈ ആഴ്ചക്ക് പടച്ച തമ്പുരാൻ പേര് നൽകിയത്, ആ ഓരോ ദിവസങ്ങൾക്ക് പേര് നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് യൗമുൽ അഹദ്, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം എന്ന് തുടങ്ങി പടച്ച തമ്പുരാൻ ദിവസങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയും ആ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിങ്കളാഴ്ച വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്നുള്ളത്. അവിടെ അത് വെച്ച് ബാക്കിയെല്ലാം ഗണിക്കാൻ കഴിയണ്ടേ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഗണിക്കാൻ കഴിയില്ല. കാരണം ആഴ്ചയുടെ ദിവസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗണനാ സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മറിച്ച് മാസത്തിന്റെയും വർഷത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇവിടെയാണ് എന്റെ സുഹൃത്ത് പറഞ്ഞ BC AD തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. BC AD ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള അന്നാ ഡോമിനി എന്നും ബിഫോർ ക്രൈസ്റ്റ് എന്നും പറയുന്ന കാലഘട്ടം. ഇത് യഥാർത്ഥത്തിൽ ജൂലിയൻ കലണ്ടറിന്റെ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ട പിൽക്കാല രൂപം മാത്രമാണ്. ജൂലിയസ് സീസറിന്റെ കാലത്ത് ഉണ്ടാക്കിയ കലണ്ടറിന്റെ പിൽക്കാല രൂപം മാത്രമാണ്. അതിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എല്ലാം വരുന്നത്. ഇവിടെ മാസത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചത് നമ്മളാണ്. ഓരോ മാസത്തിലും ഇത്ര വീതം ദിവസങ്ങൾ എന്ന് തീരുമാനിച്ചത് നമ്മളാണ്. മലയാളമാണെങ്കിലും കേരളത്തിലെ കാലാവസ്ഥയനുസരിച്ച് ആ കാലാവസ്ഥാ ക്രമത്തിൽ ഓരോ മാസവും ഇത്ര ദിവസം എന്ന് കാലാവസ്ഥ ക്രമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് തീരുമാനിച്ചത് നമ്മളാണ്. ഇത് കുറെ കാലം മുന്നോട്ട് പോയാൽ ഈ കലണ്ടർ സിസ്റ്റം ഒന്നും ആയിരുന്നില്ല മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചരിത്ര കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നിലേക്ക് പോയാൽ കൃത്യമായ ഒരു ഡേറ്റ് പോലും ലഭിക്കില്ല. അതിനാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയാം. ചരിത്രത്തിന് മുൻപുള്ള കാലം. അതിനർത്ഥം ചരിത്രം ഇല്ല എന്നല്ല, ചരിത്രപരമായി നമുക്ക് കൃത്യമായി ഗണിക്കാൻ സാധ്യമല്ലാത്ത സമയം എന്നുള്ളത്. ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി ചരിത്രപരമായി ഗണിക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന് അറിയാമതെന്ന് സംഭവിച്ചു. ആ അള്ളാഹുവാണ് പ്രവാചകനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച ഇന്ന സംഭവം. അതുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കുന്നത്. വെള്ളിയാഴ്ച, തിങ്കളാഴ്ച തുടങ്ങിയ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത് അത് അള്ളാഹുവിന്റെ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കൊണ്ടാണ്. അപ്പോ ആ വെള്ളി എന്നുള്ളത് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഇട്ട പേര് മലയാളത്തിലാണ്. പക്ഷേ ഇത് ഈ ആഴ്ചയുടെ ദിവസങ്ങൾ എന്നുള്ളത്, ആഴ്ചക്ക് 7 ദിവസങ്ങൾ എന്നുള്ള കണക്ക് നമ്മൾ ഇട്ടതല്ല, പടച്ചതമ്പുരാൻ ഇട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗണനമാണ് ആദിമ കാലഘട്ടം മുതൽക്കേ ഉണ്ടായിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം എന്ന പേര് സമാധാന വാക്കിൽ നിന്നും ഉണ്ടായതാണെന്ന് നിങ്ങൾ പറയുന്നു. ഇസ്ലാം മതവിശ്വാസികൾ തന്നെ കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എല്ലാം നടത്തി ഭീകരവാദത്തിലൂടെ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണല്ലോ ഇന്ന് കാണുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇസ്ലാം എന്ന പദം തന്നെ സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. എങ്കിൽ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ ഭീകരവാദത്തിലൂടെ കൊല്ലും കൊള്ളയും നടത്തുന്നു, അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്നാണ് ഒരു സുഹൃത്തിന്റെ ചോദ്യം. ഇസ്ലാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാം എന്ന പദത്തിന് നേർക്കുനേരെ അർത്ഥം സമർപ്പണം എന്നാണ്. ഇസ്ലാം എന്ന ശബ്ദം ഉണ്ടായിട്ടുള്ളത് സിൽമ് എന്ന ധാതുവിൽ നിന്നാണ്. സിൽമ് എന്നാൽ സമാധാനം എന്നാണ് അർത്ഥം, ശാന്തി എന്നാണ് അർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾ മനുഷ്യ മനസ്സിന്റെ ശാന്തി മുതൽ, കുടുംബത്തിൽ നിലനിൽക്കേണ്ട ശാന്തി മുതൽ,
സാമൂഹികമായ ശാന്തമായ അന്തരീക്ഷം, സമാധാനമായ അന്തരീക്ഷം വരെ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ. പിന്നെ എന്തുകൊണ്ട് ഭീകരതയുണ്ടാകുന്നു? എന്താണ് അതിന് കാരണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, ഭീകരത എന്നത് മുസ്ലിങ്ങൾ സൃഷ്ടിക്കുന്ന, ഇസ്ലാം സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നുള്ളതാണ് ഒന്നാമതായി. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഭീകരത നിലനിൽക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെയെല്ലാം ഭീകരതയുണ്ടാകുവാനുള്ള അടിസ്ഥാനപരമായ കാരണം രാഷ്ട്രീയമാണ്, മതമല്ല. എണ്ണ രാഷ്ട്രീയം, സാമ്രാജ്യത്വം, ലോകത്തിന്റെ പോലീസായി ചമയുന്ന സാമ്രാജ്യത്വം. ആ സാമ്രാജ്യത്വത്തിന് എണ്ണയുടെ മേൽ അധീശത്വം നിലനിർത്തണം. എണ്ണ അവരുടെ നാട്ടിൽ, അമേരിക്കയുടെ നാട്ടിൽ, അമേരിക്കക്കാരുടെ നാട്ടിൽ, യൂറോപ്യൻ നാടുകളിൽ എണ്ണ അറബ് നാടുകളെ പോലെ സുലഭമല്ല. അപ്പോൾ ആ എണ്ണ സുലഭമായ അറബ് നാടുകളിൽ അവരുടെ അധീശത്വം നിലനിർത്തണം. ആ അധീശത്വം നിലനിർത്തുവാൻ വേണ്ടി അവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ സ്വാഭാവികമായ ഒരു പരിണതിയാണ് ഇന്ന് നിലനിൽക്കുന്ന ഭീകരത എന്ന് ഈ രംഗത്തെ അപഗ്രഥിച്ചിട്ടുള്ള ആളുകൾ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. നോം ചോംസ്കിയെ പോലെയുള്ള, എഡ്വാർഡ് സെയ്ദിനെ പോലെയുള്ള അമേരിക്കൻ വിദഗ്ധന്മാർ തന്നെ, രാഷ്ട്രീയ വിദഗ്ധന്മാർ തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അഥവാ എണ്ണ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ കുഴപ്പം നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ആ കുഴപ്പം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന കുഴപ്പത്തിന്റെ ഇരകളായി സമൂഹം മാറുന്നു. ഇവിടെയാണ് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇരകളായിത്തീരുന്നു എന്ന അടുത്ത ചോദ്യം ഉടലെടുക്കുന്നത്. മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇരകളായിത്തീരുന്നു? മുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഭീകരവൽക്കരിക്കപ്പെടുന്നു? ഈ ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം, ഭീകരത എന്നുള്ളത് മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുവാനുള്ള കാരണം മുസ്ലിങ്ങളാണ് എണ്ണ സുലഭമായി ലഭിക്കുന്ന നാടുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു മതവിഭാഗം മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എണ്ണ സുലഭമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അമേരിക്കയുടെ ആധിപത്യം നിലനിൽക്കണമെങ്കിൽ, ആധിപത്യം ഉണ്ടാകണമെങ്കിൽ അവിടെ ലോകത്തിന് മുഴുവനും ഭീഷണിയായ എന്തെങ്കിലും ഉണ്ടാകണം. ലോകത്തിന് മുഴുവനും ഭീഷണിയായ എന്തെങ്കിലും അത്തരം പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ് അവിടെ സൈനിക നടപടി ഉണ്ടാക്കുവാൻ കഴിയുക. സൈനിക നടപടി ഉണ്ടാകുമ്പോഴാണ് അവിടെ തങ്ങളുടെ പിടിക്ക് കീഴിൽ നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. നിങ്ങൾക്ക് ലോകരാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ ടെററിസം എന്ന പദം പോലും പുതിയതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ടെററിസം, ഭീകരത, ഭീകരവാദം എന്നെല്ലാം പരിഭാഷപ്പെടുത്തുന്ന പദം, ഈ പദം ലോകത്ത് ഉപയോഗിക്കുവാൻ ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനും ഒരു ചരിത്രപരമായ രാഷ്ട്രീയമായ പശ്ചാത്തലമുണ്ട്. 1980കളുടെ അവസാനമായപ്പോഴേക്കാണ് ഭീകരത, ഭീകരവാദം തുടങ്ങിയ പദങ്ങൾ വ്യാപകമായി മീഡിയയിലൂടെ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത്. എന്താണ് 1980കളുടെ സവിശേഷത? ലോകത്ത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്ത് രണ്ട് പോളുകളായിരുന്നു രാഷ്ട്രീയ ധ്രുവങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കൻ കക്ഷിയും രണ്ടാമത്തേത് റഷ്യൻ കക്ഷിയും. റഷ്യക്കാരുടെ കമ്മ്യൂണിസ്റ്റ് USSRന്റെ പക്ഷത്ത് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളും അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾ, അതിൽ ചേരിചേരാ രാജ്യങ്ങളായി ഇന്ത്യയെ പോലുള്ള കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ ലോകത്തിന്റെ ക്രമം അങ്ങനെയായിരുന്നു. ഇതിന് അവസാനം കുറിക്കപ്പെട്ടത് USSRന്റെ തകർച്ചയോടുകൂടിയാണ്. റഷ്യ ഇല്ലാതെയായി, കമ്മ്യൂണിസം പരാജയപ്പെട്ട് പിൻവാങ്ങി. അങ്ങനെയായപ്പോ ഈ സമയത്ത് തന്നെ അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി നമുക്ക് പ്രധാനമായും ഏറ്റുമുട്ടാനുള്ളത് ഇസ്ലാമുമായിട്ടാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെച്ചത്. ഈ റഷ്യയുടെ തകർച്ചയോടനുബന്ധിച്ച് എഴുതപ്പെട്ട ഫ്രാൻസിസ് ഫുക്കുയാമ എന്ന് പറയുന്ന
അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ രചന ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മാൻ എന്ന പുസ്തകം, ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ലാസ്റ്റ് മാൻ എന്ന പുസ്തകം അദ്ദേഹം പറയുന്നത് ഇനി ചരിത്രം അവസാനിച്ചിരിക്കുന്നു, ഇനി അമേരിക്കയുടെ ആധിപത്യവും അധീശത്വവുമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന്. ഈ പുസ്തകത്തിന് മറുപടിയായിട്ടാണ് സാമുവൽ പി ഹഡിംഗ്ടന്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം ഇറങ്ങിയത്. നാഗരികതകളുടെ സംസ്കാരങ്ങളുടെ സംഘടനം എന്ന പുസ്തകം. അദ്ദേഹം അതിൽ പറഞ്ഞത് ഇല്ല, സംഘടനം അവസാനിച്ചിട്ടില്ല. ഇനി ഇതുവരെ രാഷ്ട്രീയ സംഘടനമായിരുന്നുവെങ്കിൽ ഇനി നാഗരികതകളുടെ സംസ്കാരങ്ങളുടെ സംഘടനമാണ് നടക്കാൻ പോകുന്നത്. അമേരിക്കയുടെ ലോകവ്യാപകമായ അധീശത്വം നടക്കണമെങ്കിൽ തീർച്ചയായും രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യാപകമായ സംഘടന നടക്കേണ്ടതുണ്ട്. അതിലൊരു സംസ്കാരം ആധുനികതയെയും ജനാധിപത്യത്തെയും മനുഷ്യ സ്വാതന്ത്ര്യത്തെയും എല്ലാം കുറിക്കുന്ന സംസ്കാരമാണ്. അത് പാശ്ചാത്യൻ സംസ്കാരമാണ്. രണ്ടാമത്തെ സംസ്കാരം ജഡത്വത്തെയും പിന്നോക്കത്തെയും അന്ധവിശ്വാസങ്ങളെയും എല്ലാം കുറിക്കുന്ന സംസ്കാരമാണ്. അത് പൗരസ്ത്യൻ സംസ്കാരമാണ്. ആ പൗരസ്ത്യൻ സംസ്കാരത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു ആദർശം ഇന്ന് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമുമായി പാശ്ചാത്യ സംസ്കാരത്തിന് വ്യാപകമായ സംഘടനമാണുള്ളത്. ഇത് പറഞ്ഞു വെക്കുന്നത് 1980കളുടെ അവസാനത്തിലാണ്. അതുമുതൽക്കാണ് ഇസ്ലാം ടെററിസമാണ് എന്നുള്ള വ്യാപകമായ പ്രചാരണം ഉണ്ടായി വരുന്നത്. ഈ പ്രചാരണം വഴി ഇവർ ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാം സ്വാഭാവികമായും ഇവർ സാംസ്കാരികമായ അധിനിവേശത്തിന് വേണ്ടിയാണ് ശ്രമിക്കുക. പുതിയ കാലഘട്ടത്തിൽ ഒരിക്കലും തന്നെ രാഷ്ട്രീയമായ അധിനിവേശം നേർക്കുനേരെ സാധ്യമല്ല. ജനാധിപത്യത്തിന്റെ യുഗത്തിൽ രാഷ്ട്രീയമായ അധിനിവേശം അത്ര പെട്ടെന്ന് സാധ്യമല്ല നേർക്കുനേരെ. അതുകൊണ്ട് തന്നെ ഇവർ കച്ചവടത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് സാംസ്കാരികമായ അധിനിവേശമാണ്. സാംസ്കാരികമായ അധിനിവേശം നടക്കുമ്പോൾ പ്രയാസപ്പെടുന്ന സമൂഹങ്ങൾ സ്വാഭാവികമായും വിമോചനത്തിന്റെ ദർശനം തേടി അലയും. അങ്ങനെയാകുമ്പോൾ മനുഷ്യരുടെ മുന്നിൽ യഥാർത്ഥത്തിലുള്ള മോചനത്തിന്, മനുഷ്യന്റെ സമഗ്രമായ മോചനത്തിന്, അവന്റെ വൈയക്തിക തലത്തിലാണെങ്കിലും അവന്റെ കുടുംബ തലത്തിലാണെങ്കിലും അവന്റെ സാമൂഹ്യ തലത്തിലാണെങ്കിലുമെല്ലാമുള്ള സമഗ്രമായ മനുഷ്യന്റെ വിമോചനത്തിന് നിമിത്തമാകുന്ന ആദർശമായി നിലനിൽക്കുന്ന ജീവിക്കുന്ന ഒരേ ഒരു ആദർശം ഇസ്ലാമാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യർ ഗൗരവതരമായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് കൃത്യമായി അറിയാവുന്നവരാണ് പാശ്ചാത്യൻ ഇസ്ലാം വിരുദ്ധ ബുദ്ധിജീവികൾ. അതുകൊണ്ടാണ് ഈ എണ്ണയും ഇത്തരം രാഷ്ട്രീയവും എല്ലാം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് ചിന്താവിപ്ലവത്തിന്റെ ശംഖുലി മുടങ്ങിയ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇസ്ലാമിനെ ഗൗരവതരമായി പഠിച്ച ആളുകളെല്ലാം, ബർണാഡ് പോലെയുള്ള ആളുകളെല്ലാം പറഞ്ഞത്, if any religion has a chance of conquering England near Europe, that is Islam. ഏതെങ്കിലും ഒരു മതത്തിന്, ഒരു ആദർശത്തിന് ഇംഗ്ലണ്ടിന്റെ അല്ല യൂറോപ്പിനെ തന്നെ അടക്കി വാഴുവാൻ സാധിക്കുമെങ്കിൽ അത് ഇസ്ലാമിനാണ് എന്ന്. ഇതിന് കാരണം ഇസ്ലാമിനെ പഠിച്ചത് കൊണ്ടാണ്. ബർണാഡ് മുസ്ലിമല്ല, മുസ്ലിം പക്ഷപാതിയുമല്ല. ഇസ്ലാമിനെ പഠിച്ചപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് മനുഷ്യന്റെ ബുദ്ധിയെയും അതോടൊപ്പം തന്നെ ഭക്തിയെയും, യുക്തിയെയും ഭക്തിയെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരേ ഒരു ആദർശം, മനുഷ്യരുടെ പൂർണ്ണമായ വിമോചനത്തിനുള്ള ഒരേ ഒരു ആദർശം, ആ ഇസ്ലാം തീർച്ചയായും ചിന്തിക്കുന്ന മനുഷ്യരുടെ ആദർശമായി തീരുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിനെ പഠിക്കുന്നതിൽ നിന്ന്, ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന്, ഇസ്ലാമിനെ ഗൗരവതരമായി പരിഗണിക്കുന്നതിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ആളുകൾ അകറ്റി നിർത്തണം. അതിനുവേണ്ടി ഇസ്ലാം പ്രാകൃതമാണ്, കൊള്ളരുതാത്തതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സമൂഹത്തിൽ, പ്രാകൃത കാടൻ സമൂഹത്തിൽ മാത്രം പ്രായോഗികമായ നിയമങ്ങളുമായി നടക്കുന്ന, ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ഭീകരമായ ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി മീഡിയ പരിശ്രമിക്കുകയാണ് വ്യാപകമായി. മീഡിയ ഒരു ആയുധമാണ്. മീഡിയ എന്ന ആയുധം മനുഷ്യ മനസ്സുകൾക്കകത്തേക്ക് കടന്നു ചെന്ന് അവനെ തന്നെ അവന്റെ ശത്രുവായി മാറ്റുന്നു എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. അമേരിക്കൻ മീഡിയ വിദഗ്ധൻ കൂടിയായ നോം ചോംസ്കി. അദ്ദേഹം ഇതിന്റെ അർത്ഥം മീഡിയ നമ്മുടെ എല്ലാം ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്ന് നമ്മളെ നമ്മുടെ ശത്രുവാക്കി തീർക്കുന്നു എന്നാണ്.
എങ്ങനെയാണ് ഓരോ ചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രതികളായി തീരുന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മൾ കാണുന്ന ഓരോ ചിഹ്നങ്ങൾ പ്രതികളായി തീരുന്നു. താടി ഇന്ന് പ്രതിയാണ്, വസ്ത്രം ഇന്ന് പ്രതിയാണ്. എങ്ങനെയാണ് ഇവയെല്ലാം പ്രതികളായി തീരുന്നത്? വളരെ ഇസ്ലാം പഠിപ്പിക്കുന്നതിനേക്കാൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അതേ രൂപത്തിൽ തന്നെ താടി വെച്ച ഒരുപാട് ബുദ്ധിജീവികളെ നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ നിർമ്മാതാവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി, അദ്ദേഹം നിലനിന്ന സമൂഹത്തിലോ അതൊരു ഭീകരതയുടെ ചിഹ്നമായി തോന്നിയിട്ടേയില്ല. കാൾ മാർക്സിന്റെ താടിക്ക് അങ്ങനെ തോന്നിയില്ല. അതേപോലെ തന്നെ ഒരുപാട്. എന്നാൽ ഇന്നത്തെ താടിയോ? എങ്ങനെയാണ് താടി ഒരു ചിഹ്നമായി തീരുന്നത്? നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മനസ്സിനെ വളരെ സമർത്ഥമായി മീഡിയ പ്രക്ഷാളനം ചെയ്യുകയാണ്, ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. നമ്മുടെ വിഷ്വൽ മീഡിയക്ക് മുന്നിൽ, CNN മുന്നിൽ, BBC മുന്നിൽ ഇരുന്നു കൊണ്ട് ന്യൂസ് കാണുന്നു നമ്മളെന്ന് വിചാരിക്കുക. ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തം, ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. ആ ശാസ്ത്രജ്ഞനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ശാസ്ത്രജ്ഞന് താടിയുണ്ട്. ഈ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഈ താടിയെ കുറിച്ചൊരു ചിത്രമുണ്ട്. ആ താടി അയാളുടെ ശാസ്ത്ര ജീവനത്തിന്റെ, അയാളുടെ ത്യാഗപൂർണമായ സാമൂഹ്യ സേവനത്തിന്റെ എല്ലാം ചിഹ്നമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ താടി. എന്നാൽ പറഞ്ഞു വരവേ ശാസ്ത്രജ്ഞന്റെ പേര് പറഞ്ഞു എന്ന് വിചാരിക്കുക, അതൊരു മുഹമ്മദ് ആയിരുന്നു. അപ്പോഴേ നമ്മുടെ എല്ലാം മനസ്സിൽ ചിത്രം മാറി. ഇതേ താടി ഇതുവരെ സാമൂഹ്യ സേവനത്തിന്റെയും ശാസ്ത്ര ത്യാഗത്തിന്റെയും എല്ലാം ചിഹ്നമായിരുന്ന താടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇയാൾ ഒരു മതമൗലികവാദിയാണ് എന്ന്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ മുഖത്ത് താടി വരുമ്പോൾ മാത്രം അത് മതമൗലികവാദമാവുക? നമുക്കറിയാം ടിവിയിൽ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, അയാളുടെ മുന്നിലൂടെ ഒരു സ്ത്രീ വെളുത്ത വസ്ത്രമെടുത്തുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ ദൃശ്യം ഇങ്ങനെ കാണിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഉറപ്പിച്ചു വരാനിരിക്കുന്ന ഒരു സീരിയൽ സാമൂഹ്യ സേവനത്തെക്കുറിച്ചുള്ള, കാരുണ്യത്തെക്കുറിച്ചുള്ള എല്ലാം വ്യക്തമാക്കുന്ന ഒരു സീരിയൽ, ഒരു പഠനം, ഒരു ഡോക്യുമെന്ററി കടന്നു വരാൻ പോകുന്നു എന്ന്. ഇതേ സംഭവം, ഇതേ വസ്ത്രം ഒരു കറുത്ത വസ്ത്രം ഉടുത്തതാണെങ്കിലോ നമ്മുടെ മനസ്സിലേക്ക് ചിത്രം കടന്നു വന്നു. ഒരു പീഡനത്തിന്റെ, ജഡത്വത്തിന്റെ, പിന്നോക്കത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ എല്ലാം ഒരു സീരിയൽ കടന്നു വരുന്നു. മുസ്ലിം സ്ത്രീ ഒരു വസ്ത്രം ഉടുക്കുമ്പോൾ അത് പിന്നോക്കമാവുകയും അതേ വസ്ത്രം മറ്റുള്ളവർ ഉടുക്കുമ്പോൾ അത് കാരുണ്യമായി തീരുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് മീഡിയയുടെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, സമർത്ഥമായി മീഡിയ നമ്മുടെ എല്ലാ മനസ്സുകളെ പ്രക്ഷാളനം ചെയ്യുകയായിരുന്നു, ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു. ഇതിന്റെ ഫലം ഞാൻ പറഞ്ഞു, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇതാണ് ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരം. രണ്ടാമത്തേത്, ഏതൊരു ശത്രുവിനെയാണോ മീഡിയ ലക്ഷ്യം വെക്കുന്നത്, ആ ശത്രുവിന്റെ തലച്ചോറിലേക്ക് കയറി അവനെ തന്നെ അവന്റെ ശത്രുവാക്കി മാറ്റാൻ കഴിയുന്ന മാരകമായ ആയുധമാണ് മീഡിയ. ഇവിടെയാണ് മുസ്ലിമിന്റെ തലച്ചോറിലേക്ക് മീഡിയ കടന്നു വരുന്നത്. മുസ്ലിമിന്റെ തലച്ചോറിലേക്ക് മീഡിയ കടന്നു ചെന്ന് മുസ്ലിമിനെ അവന്റെ ശത്രുവാക്കി തീർക്കുക. അതെങ്ങനെയാണ്? ഭീകരവാദം മാത്രമാണ് ഭീകരത മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കേണ്ടത്. മുതലാളിത്വത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ ആവശ്യമാണ്. ഭീകരത മാത്രമാണ്, ആയുധമെടുക്കുക മാത്രമാണ്, കലാപമുണ്ടാക്കുക മാത്രമാണ് മുസ്ലിമിന്റെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം എന്ന് ഇതേ മീഡിയയാണ് മുസ്ലിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. അത് വളരെ സമർത്ഥമായി മുസ്ലിം യുവതയുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുക്കുക മീഡിയ നിരന്തരമായി ശ്രമിച്ചു. ഒപ്പം തന്നെ ഈ രൂപത്തിലുള്ള സാംസ്കാരികമായ അധിനിവേശം ഭൗതികമായി നടക്കുക. ഉള്ളിലൂടെയുള്ള മീഡിയ, നിങ്ങൾക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ആയുധമെടുത്തേ പറ്റൂ, കലാപമുണ്ടാക്കിയേ പറ്റൂ, കുഴപ്പമുണ്ടാക്കിയേ പറ്റൂ എന്ന് പഠിപ്പിക്കുക. സ്വാഭാവികമായും മതം പഠിക്കാത്ത, മതത്തിന്റെ അടിത്തറ മനസ്സിലാക്കാത്ത ആളുകളിൽ ചിലരെങ്കിലും ഈ മീഡിയ പഠിപ്പിച്ച് ആത്മഹത്യയുടെ മാർഗം തെരഞ്ഞെടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അങ്ങനെയാണ് മുസ്ലിം ഭീകരത ഒരു യാഥാർത്ഥ്യമായി മാറുന്ന സാമൂഹ്യമായ ചുറ്റുപാടുകൾ ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നല്ലാതെ മതം പഠിച്ച, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നല്ലാതെ
ആധുനിക വിപ്ലവകാരികളിൽ നിന്ന് അവരുടെ ദർശനം പഠിക്കുകയും ആ വിപ്ലവകാരികളുടെ ദർശനത്തിന് അനുസൃതമായി ഇസ്ലാമിക ആദർശത്തെ അലകും പിടിയും മാറ്റിയെഴുതുകയും ചെയ്ത ചില ബുദ്ധിജീവികളുടെ രചനകളും ഇതേ വിപ്ലവ പ്രസ്ഥാനമായി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്കും അങ്ങനെ യുവാക്കളെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് ആയുധമെടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നതിനും നിമിത്തമാവുകയും ചെയ്തു. ഇതിനൊന്നും കാരണം ഇസ്ലാമല്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ല. ഭീകരവാദം എന്നുള്ള ആദർശം കടന്നു വരുന്നത് തന്നെ ഈ നൂറ്റാണ്ടിലാണ്. ഞാൻ പറഞ്ഞു 980-കൾക്ക് ശേഷപാട് ഇസ്ലാം കടന്നു വന്നിട്ട് അന്തിമ പ്രവാചകനിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ട് 14 നൂറ്റാണ്ടുകളായി. ഒരിക്കലും മുസ്ലിങ്ങളുടെ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഭീകരവാദം, ഭീകരത മുസ്ലിങ്ങൾ ഉപയോഗിച്ചതായി കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. തീർച്ചയായും ഒരാളെ കൊന്നതിന് പകരമായോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായോ ഒരു രാഷ്ട്ര സംവിധാനം അയാളെ കുറ്റത്തിന് വിധിക്കുക എന്നതല്ലാതെ ഒരു നിരപരാധിയായ മനുഷ്യനെ ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം. ഇത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന് തീർച്ചയായും നിരപരാധികളുടെ അസ്തിത്വത്തിന് നേരെ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയമായ ഒരു മുന്നേറ്റത്തെയും അനുകൂലിക്കുവാനോ ആദർശവൽക്കരിക്കുവാനോ സാധ്യമല്ല. അതോടൊപ്പം തന്നെ ആത്മഹത്യ എന്നുള്ളതാണ്, സ്വയം മരിക്കുക എന്നുള്ളതാണ്, ആത്മഹത്യ ബോംബായി തീരുക എന്നുള്ളതാണ് ഭീകരവാദം അതിന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ ആത്മഹത്യയെ വിലക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു ആത്മഹത്യ തെറ്റാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആശയത്തിനോ ഇസ്ലാമിന്റെ കർമ്മത്തിനോ അനുകൂലമല്ല ഭീകരവാദം എന്നുള്ള ആദർശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒന്നാണ് നിരപരാധികൾക്ക് നേരെയുള്ള ആക്രമണവും നിരപരാധികളെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമായ വിലപേശലുമല്ല. ഇതാണ് ഭീകരവാദികളുടെ രീതി, ഇസ്ലാമിന്റേതല്ല അത് അവർ പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ചില വിപ്ലവകാരികളിൽ നിന്നാണ്. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല. ചുരുക്കത്തിൽ ഭീകരത ഇസ്ലാമിന്റേതല്ല, മറിച്ച് ആധുനിക കാലഘട്ടത്തിൽ പാശ്ചാത്യൻ സാമ്രാജ്യത്വം സൃഷ്ടിച്ചുവിട്ട ഒരു പുകമറ മാത്രമാണ്. ഇസ്ലാം ഒരർത്ഥത്തിലും അത് അനുകൂലിക്കുന്നില്ല. എന്നാൽ മുസ്ലിങ്ങളിൽ ചിലർ അവരുടെ വരുതിയിൽ കുടുങ്ങിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ വചനങ്ങളും കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർ ഭീകരവാദത്തിന്റെ വരുതിയിൽ നിന്ന് പോരും എന്നുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ കൃത്യമായി പഠിപ്പിക്കുന്ന സംവിധാനങ്ങളെ നിലനിൽക്കുവാൻ പലപ്പോഴും ഇത്തരം ആളുകൾ സമ്മതിക്കാറില്ല. സാമ്രാജ്യത്വം സമ്മതിക്കാറില്ല, ഭീകരവാദികളും സമ്മതിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സഹോദരി മനസ്സിലാക്കേണ്ടത് ഭീകരവാദം ഇസ്ലാമിന്റേതല്ല. മുസ്ലിങ്ങൾ ആരെങ്കിലും അങ്ങനെ അതിൽ പെടുന്നുണ്ട് എങ്കിൽ അവർ പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ ഇരകളാണ്. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇരകളാണ് എന്ന് തിരിച്ചറിയാതെ അവർ ആത്മഹത്യയുടെ മാർഗത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരെ പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ സന്ദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർ നിർവഹിക്കേണ്ട യഥാർത്ഥ ദൗത്യം നിർവഹിക്കുവാൻ പ്രാപ്തമാക്കുകയാണ് മുസ്ലിം സമൂഹത്തിന്റെ ദൗത്യം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അറിവ് സമാധാനത്തിന് എന്നുള്ള ക്യാപ്ഷൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അറിയിക്കുക എന്നുള്ളത് ഭാഷ കൊണ്ടുള്ള ഒരു അവഹേളിക്കൽ, അതായത് അല്ലാഹു അക്ബർ എന്നുള്ള ദൈവം തമ്പുരാനെ വാഴ്ത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിൽ ഭാഷ കൊണ്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ അല്ലാഹു വലിയവൻ എന്നുള്ള ഒരു മാറ്റമേ വന്നതായിട്ട് കാണുന്നുള്ളൂ. അതായത് അല്ലാഹു എന്നുള്ളത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്ക ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ അല്ലാഹു എന്ന പദം കൊണ്ട് യഥാർത്ഥത്തിൽ
അർത്ഥമാക്കുന്നത് എന്താണ്? അള്ളാഹു എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടോ? പൂർവ പ്രവാചകന്മാരും അതേമാതിരി പഴയ ഗ്രന്ഥങ്ങളിലും ദൈവത്തെ ഏതു നാമത്താൽ ഇതേപോലെ സൂചിപ്പിച്ചിരുന്നു, വേറെ എന്തെങ്കിലും നാമത്താൽ സൂചിപ്പിച്ചിരുന്നു? പിന്നെ പറയാനുള്ളത് മുഹമ്മദ് നബിയെ എന്നുള്ളത് ഒരു വ്യക്തി, മനുഷ്യൻ, വ്യക്തിത്വമാണ്, പ്രവാചകനാണ്. അദ്ദേഹത്തെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അറബിയിലായാലും നാമം കൊണ്ട് വ്യത്യാസപ്പെടുത്തേണ്ടതില്ല. അതുപോലെ തന്നെ അള്ളാഹു എന്നുള്ളത് ഈ അസ്തിത്വത്തെ വ്യക്തിത്വപ്പെടുത്താത്ത പല പുസ്തകങ്ങളിലും വായിച്ചപ്പോൾ ഈ ഒരു വാക്ക് മാത്രം വ്യത്യാസപ്പെട്ട് കണ്ടില്ല. അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താണ്? ഒരു സാധാരണക്കാരന് പരമോന്നതനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒരു മുസ്ലിം ദൈവം അള്ളാഹു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാറിപ്പോണു എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അറിയിക്കുക എന്നുള്ളത് അല്ലേ ശരിക്കും ഭാഷ കൊണ്ടുള്ള ശരി. അള്ളാഹു എന്ന ദൈവനാമം എന്തുകൊണ്ടാണ് പരിഭാഷപ്പെടുത്തപ്പെടാത്തത്? അത് പരിഭാഷപ്പെടുത്തുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം അതാണോ വിളിച്ചത് തുടങ്ങിയതാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ ഒന്നാമതായി അള്ളാഹു എന്ന പദം, അറബി പദം, അത് പരിഭാഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പരിഭാഷപ്പെടുത്താത്തത്. വേറെ ലോകത്തെ ഏത് ഭാഷയിൽ നിലനിൽക്കുന്ന ഭാഷകളിലെല്ലാമുള്ള പദങ്ങൾക്ക് അവയുടേതായ പരിമിതികളും. അള്ളാഹു ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ഏകനാണ്, അവൻ അദ്വിതീയനാണ്, അവന് എല്ലാറ്റിനെയും എല്ലാം അവനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. എന്നാൽ അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്യാത്തവനാണ് അവൻ. അവന് തുല്യമായി യാതൊന്നും തന്നെയില്ല. ഇതാണ് അല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ സവിശേഷതകൾ വിശദീകരിച്ച് ആ പ്രപഞ്ചനാഥനാണ് അള്ളാഹ് എന്ന് പരിചയപ്പെടുത്തുന്ന ഖുർആൻ. അള്ളാഹ് എന്നുള്ള പദം പരിഭാഷപ്പെടുത്തി ദൈവം എന്ന് പരിഭാഷപ്പെടുത്തി എന്ന് വിചാരിക്കുക. ദൈവം എന്ന മലയാള പദത്തിന് ബഹുവചനമുണ്ട്, ദൈവങ്ങൾ. അള്ളാഹുവിന് ബഹുവചനമില്ല. ദൈവം എന്ന മലയാള പദത്തിന് സ്ത്രീലിംഗമുണ്ട്, ദേവി. അള്ളാഹുവിന് സ്ത്രീലിംഗമില്ല. ഇനി ലോകത്തെ ഏത് ഭാഷയിലാണെങ്കിലും ഗോഡ് എന്നുള്ള ഇംഗ്ലീഷ് പദം നേർക്കുനേരെ അള്ളാഹു എന്ന പദത്തിന് പരിഭാഷയായി നമ്മൾ ഉപയോഗിച്ചാൽ അത് പൂർണ്ണമാവില്ല. ഞാൻ പറഞ്ഞതുപോലെ ഗോഡസും ഗോഡ്സും ഉണ്ട്. ലോകത്തെ ഭാഷകളുടെ ഒരു പരിമിതിയാണ്. എന്നാൽ അള്ളാഹ് എന്നുള്ള പദം ഇത്തരം എല്ലാ തരത്തിലുമുള്ള പരിമിതികളിൽ നിന്ന് മുക്തമായ സ്രഷ്ടാവിനെ കുറിക്കാൻ മാത്രം ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു പദമാണ്. അതാണ് അള്ളാഹ് എന്നുള്ള പദത്തിന്റെ ഒരു സവിശേഷത. ലോകത്ത് മറ്റ് പദങ്ങൾ, ഉപയോഗിക്കപ്പെട്ട പദങ്ങൾ ഏതാകട്ടെ, അത് സ്രഷ്ടാവല്ലാത്തവരെ കുറിക്കാനും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ലോകത്തെ ഏത് ഭാഷകളിലുള്ളതെടുക്കുക. ഇപ്പൊ നമ്മളിവിടെ ദൈവം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ദൈവത്തിന് ദേവിയുണ്ട്. ദൈവം എന്ന ശബ്ദം ദിവ് എന്ന സ്വരത്തിൽ നിന്നുണ്ടായതാണ് സംസ്കൃതത്തില്. ദിവ് എന്നാൽ പ്രകാശിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമുക്ക് തന്നെ അറിയാവുന്നതാണ് ദേവശബ്ദത്തിന് മാതാവും പിതാവും ഗുരുവുമെല്ലാം ദൈവമാണ് എന്നുള്ള കേരളീയ സംസ്കാരത്തിന്റെ പഴയതായി പറയപ്പെട്ട പദങ്ങൾ. ഇതേപോലെ നമ്മൾ സംസ്കൃതത്തിലേക്ക് എടുത്താൽ ഹിരണ്യഗർഭൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഏകനായ സ്രഷ്ടാവിനെ കുറിച്ച് നമ്മൾ ഋഗ്വേദത്തിൽ
ഋഗ്വേദത്തിലെ ഒരു സൂക്തം തന്നെ ഹിരണ്യഗർഭ സൂക്തമാണ്. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തത്തിന്റെ പേര് തന്നെ ഹിരണ്യഗർഭ സൂക്തം എന്നാണ്. ഹിരണ്യഗർഭ സവവർത്തദാഗ്രേ ഭൂതസ്യ ജാതഃ പതിരേക ആസീത് സദാധാര പൃഥിവീം ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാവിഷേമ. എല്ലാറ്റിന്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ പരമനായ ദേവൻ ആയി ഹിരണ്യഗർഭനെ പരിചയപ്പെടുത്തി. ഈ ഹിരണ്യഗർഭനെ പിന്നീട് നമ്മൾ കാണുന്ന ചില ഉപനിഷത്തുകളിൽ, ചന്തോക്യത്തിലെല്ലാം ഹിരണ്യഗർഭന് മുമ്പേ ഉണ്ടായിരുന്ന ദേവനായി ശിവനെ പരിചയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഏത് പദത്തിന്റെയും പരിമിതിയാണ്. ഇപ്പൊ മക്കാ മുശ്രിക്കുകൾക്കിടയിൽ ഒരുപാട് ദേവന്മാരുണ്ടായിരുന്നു, ഒരുപാട് ദൈവങ്ങൾ. ലാത്തയെയും മുസയെയും മനാത്തയെയും ഹുബിലിനെയും മാണും പെണ്ണുമായ ഒരുപാട് ദൈവങ്ങൾ. പക്ഷേ അവരൊരിക്കലും അള്ളാഹു എന്നുള്ള പദം ഒരു സൃഷ്ടിയെ പ്രയോഗിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ആ രൂപത്തിൽ ശുദ്ധമായൊരു പദം ലോക ഭാഷകളിൽ ഉണ്ടോ എന്ന സംശയം. ബൈബിളിൽ യഹോവ എന്ന് പറയും. യഹോവ എന്ന പദം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പദം തന്നെ ഇല്ല ഹീബ്രു ഭാഷയിൽ. അത് പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മിക്സാണ്. ഒരു പ്രവാചകനോ യഹോവ എന്ന് പറഞ്ഞിട്ടില്ല. അത് വിശദീകരിക്കണം കുറെ സമയമാണ്. എലോഹിം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ദൈവത്തിന്. എലോഹിം എന്ന് ചില മനുഷ്യന്മാരെ കുറിച്ചും പ്രയോഗിച്ചിട്ടുണ്ട്. അഡോണായി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ദൈവത്തിന്. ചില വ്യാജ ദൈവങ്ങളെ കുറിച്ചും അഡോണായി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇതേ ബൈബിളിൽ തന്നെ. എന്നാൽ അള്ളാഹു എന്ന പദം ഇത്തരം എല്ലാ കളങ്കങ്ങളിൽ നിന്നും മുക്തമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് തുല്യമായി അള്ളാഹു മാത്രമേ ഉള്ളൂ. മുൻപുള്ള പ്രവാചകന്മാർ എന്ത് പേര് വിളിച്ചിരിക്കണം നമുക്ക് കൃത്യമായി അറിയില്ല. ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ കാര്യങ്ങളെ അതേപോലെ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവരുടെ ഭാഷകളിലെങ്കിലും അതേപോലെ രേഖപ്പെടുത്തപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഉദാഹരണത്തിന് മോശെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? മോശെ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ബൈബിളിൽ മോശയുടെ സ്വരമായി ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്തൊന്നും കൃത്യമായി എന്താണ് പറഞ്ഞത് എന്നില്ല ഹീബ്രു ബൈബിളിൽ. മറിച്ച് യോദ് ഹേദ് വേവ് ഹേദ് എന്ന് തുടങ്ങിയ സ്വരാക്ഷരങ്ങൾ മാത്രം ഇട്ടിട്ട് അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്ന കാര്യം വിശദീകരിക്കാതെ വെച്ചിരിക്കണം. യേശുവിന്റെ ഭാഷയിൽ യേശുവിന്റെ വചനങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ കുരിശിൽ തറച്ചതിന് ശേഷം യേശു പറയുന്നതായി ബൈബിൾ പറയുന്ന, എന്നാൽ യേശു അല്ലാത്ത അക്കാലഘട്ടത്തിലെ ആരോ ഒരാൾ ജൂദാസാണ് എന്നും അല്ല എന്നുമെല്ലാം പറയുന്ന വ്യത്യസ്ത വീക്ഷണങ്ങളുടെ ഏതായിരുന്നാലും എലോഹിം എലോഹിം എന്ന് വിളിക്കുന്നതായിട്ടാണ്. എലോഹിം എലോഹിം ലമാ സബഖ്താനി. അവിടെ എലോഹിം എന്ന ശബ്ദം അള്ളാഹ് എന്ന ശബ്ദവുമായി സാമ്യമുണ്ട്. അത് മാത്രമല്ല അരാമിക്കിൽ എലോഹിം എന്ന ഇലാഹി എന്ന ശബ്ദത്തിന് തുല്യമാണ് താൻ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു എന്ന സ്വരത്തെ ഒരിക്കലും മറ്റു ഭാഷകളിലേക്ക് പൂർണ്ണമായി പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. വേറെ ഭാഷകളിൽ സ്രഷ്ടാവിനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷകളുടെ പരിമിതി ഉണ്ടാകും. ആ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ടാകണം നമ്മളത് മനസ്സിലാക്കേണ്ടത്. ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ദൈവങ്ങളും ദേവന്മാരും ഉണ്ടാകും എന്നുള്ള പരിമിതി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പടച്ചവനക്ക് വേറെ പേരുകൾ പറഞ്ഞുകൂടെ? തീർച്ചയായും നിലവിലുള്ള ഒരു സമൂഹത്തിൽ അവർ ഉപയോഗിക്കുന്ന സ്രഷ്ടാവിന് പറയുന്ന പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സമൂഹത്തിന് പടച്ചവനെ പരിചയപ്പെടുത്താവുന്നതാണ്. ആ സമൂഹത്തിന് പടച്ചവനെ പരിചയപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പരിചയപ്പെടുത്തി ആ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. സ്രഷ്ടാവ് എന്നുള്ള പദം ഉദാഹരണത്തിന് നമ്മളെ സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം. പടച്ചവനെ വിളിക്കുവാൻ ഏത് പേരും പടച്ചവന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പടച്ചവന് നിരവധി പേരുകളുണ്ട് എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 99 നാമങ്ങൾ പടച്ചവന്റേതായിട്ടുണ്ട്. ഈ പടച്ചവൻ ഉപയോഗിക്കപ്പെട്ട നാമങ്ങളിൽ ഏതിലാണെങ്കിലും അള്ളാഹുവിനെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവന്റെ ഒരു സർവനാമമായി പറയപ്പെട്ടിട്ടുള്ള പേര് അള്ളാഹു എന്നതാണ്. ആ പദത്തിന് തുല്യമായ മറ്റു പദങ്ങളില്ല. എന്നാൽ മനുഷ്യർക്ക് അറിയിക്കുന്നതിനു വേണ്ടി തീർച്ചയായും സുഹൃത്ത് തന്നെ സംശയം പ്രകടിപ്പിച്ചതുപോലെ അറിവ് നൽകുന്നതിന് വേണ്ടി തീർച്ചയായും ദൈവത്തെ കുറിക്കുവാൻ സമൂഹം എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ സമൂഹത്തിന് പരിചയപ്പെടുത്താവുന്നതാണ് എന്ന് ചുരുക്കം.
എൻ്റെ പേര് ഷമീർ, സ്ഥലം മേത്തല. വിഷയാവതരണം നടത്തിയ ഷെരീഫ് മേലതിൽ സൂചിപ്പിക്കുകയുണ്ടായി, ദൈവം ഏകനാണ്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ആ ദൈവത്തോടല്ലാതെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ ഖുർആനിൽ. അതുപോലെ നിന്നെ അല്ലാതെ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിനോടല്ലാതെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു കഴിവെടുക്കുന്ന വ്യക്തികളോട് സഹായം ചോദിക്കൽ തെറ്റാവില്ല? ഇല്ല എങ്കിൽ അള്ളാഹു കഴിവെടുക്കുന്ന വ്യക്തികളോട് സഹായം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആണ് ചോദ്യം. അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ സഹായം ചോദിക്കാൻ പാടുണ്ടോ? അത് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഹായം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെയാണ് എന്താണ് ആരാധന എന്നുള്ള പ്രശ്നം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇവിടെ നിന്നെ മാത്രം ആരാധിക്കുന്നു. ഈ ആരാധന ഇബാദത്ത് എന്ന് അറബിയിൽ പറയും. എന്താണിത്? എന്താണ് പടച്ചവനോട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യം? എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ ആണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്. ദുആ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രാർത്ഥന എന്ന് പറയും. അപ്പോൾ ഇബാദത്ത് എന്നാൽ പ്രാർത്ഥനയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് ഇബാദത്തുകളുണ്ട്. നമസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സക്കാത്ത് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്. കർമ്മപരമായി തന്നെ പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ. ഇതിലെ പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ഉടലെടുക്കുന്ന, യഥാർത്ഥത്തിൽ സഹായിക്കാൻ കഴിയുന്ന ആളോട് ഉള്ള ഭൗതികമല്ലാത്ത സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള തേട്ടമാണ് പ്രാർത്ഥന. ഇത് മനസ്സിൽ നിന്നുയരാം, നാവിൽ നിന്നുയരാം. നാവിൽ നിന്ന് മാത്രമുള്ളത് മനസ്സിൽ തട്ടുന്നില്ലെങ്കിൽ അത് അപ്രസക്തമായി തീരും. അങ്ങനെയാകുമ്പോൾ യഥാർത്ഥത്തിൽ സഹായിക്കാൻ കഴിയുന്നവനോട് ആത്യന്തികമായി അവനോട് നമ്മുടെ മനസ്സിൽ നിന്ന് ഉയരുന്ന തേട്ടമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് ഇബാദത്തിന്റെ മജ്ജ. ഈ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മത്തിൽ ഈ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ഇബാദത്തായി തീരും. ഈ പ്രാർത്ഥനയില്ലെങ്കിലോ അത് ഇബാദത്തായി തീരുകയില്ല തന്നെ. ഇവിടെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, എന്നെ ചോദ്യത്തിൽ പറഞ്ഞു, കഴിവ് നൽകപ്പെട്ട ഒരാളോട് നമ്മൾ ചോദിക്കുന്നു. തീർച്ചയായും ഭൗതികമായ സഹായ അഭ്യർത്ഥനകൾ മുഴുവനും അങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു സുഹൃത്ത്, അയാൾക്ക് അസുഖം വന്നു. അസുഖം വന്നപ്പോ നമ്മൾ ആ സുഹൃത്തിനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് അയാൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു, ഇയാൾക്ക് പനിയുണ്ട്, തലവേദനയുമുണ്ട്, ഈ അസുഖം മാറ്റാൻ ഡോക്ടറെ സഹായിക്കണേ. ഈ ഡോക്ടർക്കുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള അഭ്യർത്ഥന തീർച്ചയായും പ്രാർത്ഥനയല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇബാദത്ത് കടന്നു വരുന്നില്ല. എന്നാൽ ഇതേ രോഗി, ആ രോഗിയെയും കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സിദ്ധ കേന്ദ്രത്തിൽ ചെല്ലുന്നു.
നമ്മൾ ഒരു കേന്ദ്രത്തിൽ ചെല്ലുന്നു, അവിടെ നിന്ന് അവിടെ ചിലപ്പോൾ ഒരു വിഗ്രഹമാകാം, അല്ലെങ്കിൽ ശവകുടീരമാകാം, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ആൾദൈവമാകാം, ആരാണെങ്കിലും അവരോട് നമ്മൾ പറയുന്നു, വിഗ്രഹത്തിനോടാണെങ്കിൽ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, ഈ അസുഖം മാറണമേ. ശവകുടീരമാണെങ്കിൽ, ഖബറാണെങ്കിൽ ഖബറിലുള്ള ഖബറാളിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പറയുന്നു, ഈ അസുഖം മാറണമേ. ആൾദൈവമാണെങ്കിൽ ആൾദൈവത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് അയാളോട് നമ്മൾ പറയുന്നു, ഈ അസുഖം മാറണമേ. ഇതും സഹായാഭ്യർത്ഥനയാണ്. പക്ഷേ അവിടെ പ്രാർത്ഥനയുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള സഹായമല്ല, മറിച്ച് അഭൗതികമായ നമ്മുടെ കണക്കുകൾക്ക് പുറത്തുള്ള സഹായമാണ്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ സഹായം അഭ്യർത്ഥിക്കേണ്ടത് പടച്ചവനോട് മാത്രമാണ് എന്നാണ് മുസ്ലിം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും മറ്റ് ആദർശങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം തന്നെ. ഇവിടെ ഡോക്ടറുടെ അടുത്ത് പോയി നമ്മൾ സഹായം തേടുമ്പോൾ ആ ഡോക്ടർ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന് നമ്മൾ പരിശോധിക്കാറില്ല, ഏത് മതക്കാരനാണെന്ന് പരിശോധിക്കാറില്ല. അയാൾക്ക് ഉള്ള അയാളുടെ ഡിഗ്രിയും അയാളുടെ കഴിവും നോക്കി നമ്മൾ സഹായം തേടും. അവിടെ യാതൊരു പ്രശ്നവുമില്ല എന്നർത്ഥം. എന്നാൽ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി നിന്ന് സഹായം തേടുമ്പോൾ അവൻ ഒരു പ്രത്യേക മതക്കാരനായി നമ്മൾ പറയും. ശവകുടീരത്തിന്റെ മുന്നിലാണെങ്കിൽ അതിന് പ്രത്യേക മതവിഭാഗത്തിന്റെ ഛായ നമ്മൾ നൽകും. ആൾദൈവത്തിന്റെ മുന്നിലാണെങ്കിൽ വ്യത്യാസമായി. എന്താണ് അവിടെ ഒരേപോലെയാകാത്തത്? ഡോക്ടറുടെ അടുത്ത്, ശ്രീകൃഷ്ണൻ ഡോക്ടറുടെ അടുത്താണെങ്കിലും, മൊഹീദ്ദീൻ ഡോക്ടറുടെ അടുത്താണെങ്കിലും, ജോസഫ് ഡോക്ടറുടെ അടുത്താണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൗതികമായ സഹായം നമ്മൾ തേടുന്നു. അതേസമയം ശ്രീകൃഷ്ണന്റെ അടുത്താണെങ്കിലും, മൊഹീദ്ദീന്റെ അടുത്താണെങ്കിലും, അതല്ലെങ്കിൽ മറ്റേ ജോസഫിന്റെ അടുത്താണെങ്കിലും നമ്മൾ അവരുടെ പേരിലുള്ള വിഗ്രഹത്തിന്റെയോ ശവകുടീരത്തിന്റെയോ അതല്ലെങ്കിൽ ആൾദൈവമായിട്ട് നിലനിൽക്കുന്നവരുടെയോ അടുത്ത് പോകുമ്പോൾ അവിടെ നമ്മൾ വ്യത്യാസം കൽപ്പിക്കും, പലപ്പോഴും മതത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്തുകൊണ്ടാണിത്? ഇതിന് പകരം ഇസ്ലാം പഠിപ്പിക്കുക, ഏത് പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും സ്രഷ്ടാവായ തമ്പുരാനോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ഭൗതികമായ സഹായ അഭ്യർത്ഥനകളും സഹായം ചെയ്യലും നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഭൗതികമായ കൊള്ളക്കൊടുക്കുകളാണ്, അതിന് ഭൗതികമായ അടിത്തറയാണുള്ളത്. മറ്റേതല്ല, പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അത് സർവ്വലോകരക്ഷിതാവായ തമ്പുരാനോടെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനകൾ നിങ്ങൾ പരിശോധിച്ചാൽ, സുഹൃത്ത് ചോദിച്ച പോലെയുള്ള സഹായാഭ്യർത്ഥനകൾ പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആനിൽ നിരവധി സഹായാഭ്യർത്ഥനകളും പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരിൽ പലരും പഠിപ്പിച്ചത്, പ്രവാചകന്മാർ ചെയ്തത്. അവിടെയൊന്നും പടച്ചവനോടല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങി നീക്കുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നത് വരെയും ഉറക്കത്തിൽ പോലും സ്വപ്നം കണ്ടാലും നെട്ടിയുണരുമ്പോഴുമെല്ലാമുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ കാണുക സ്രഷ്ടാവായ തമ്പുരാനോടുള്ള പ്രാർത്ഥനകൾ മാത്രമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയറാണ്, അള്ളാഹുവിന്റെ പ്രവാചകരും അള്ളാഹുവിന്റെ ഗ്രന്ഥവും പഠിപ്പിക്കുന്നത് പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുവാനാണ്, അവനല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. അസ്സലാമലൈക്കും. ഞാൻ പൊതുവേ ഉള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും അധികം സ്ഥാനമാനങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു മതമാണ് നമ്മളുടെ ഖുർആൻ പ്രകാരം. അതുപോലെ തന്നെ ഷറഹ അനുസരിച്ചിട്ട് മാതാപിതാക്കളുടെ സ്വത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം പെൺമക്കൾക്കുള്ളതാണ്. മറ്റു പല മതസ്ഥരും അത് കോടതിയോട് മല്ലിട്ട് വർഷങ്ങളോളം കേസും കൂട്ടുമായിട്ടാണ് അവർക്ക് അത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മുസ്ലിം പെൺകുട്ടി നിക്കാഹ് കഴിയുന്നതോടുകൂടെ തൻ്റെ ഭർത്താവ്, അത് അവർക്ക് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ അനുവദിച്ചിരുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മുമ്പിലായിരിക്കും. അങ്ങനെ വിവാഹശേഷം ഒരു സ്ത്രീയുടെ ആരോഗ്യം, ആയുസ്, സമ്പത്ത്, സൗന്ദര്യം എല്ലാം ഒരു ഭർത്താവിന് വേണ്ടി മാത്രം അവൾ കൊടുക്കുകയാണ്.
അപ്പോൾ ഈ സ്ത്രീക്ക് ഉണ്ടാകുന്ന അതേ വികാരങ്ങൾ അത് മറ്റൊരു പുരുഷനെ നോക്കാനോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ പ്രദർശിപ്പിക്കാനോ ഉള്ളതല്ല, ഭർത്താവിന് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഭർത്താവിനുണ്ടാകുന്ന അതേ വികാരങ്ങൾ തന്നെയല്ലേ ഒരു സ്ത്രീക്ക് ഭാര്യയ്ക്ക് ഉണ്ടാകുക. ഇനി ആ ഭാര്യയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഷറഹ് പ്രകാരം 6-1 മറ്റോ അത് റിജിഡായിട്ടുള്ള, നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ്, റിജിഡായിട്ടുള്ള ഒരു ഷറഹ് നിയമം നമുക്ക് ലിഖിതമായിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ആ ഭർത്താവിന് കിട്ടുന്നു. ഭർത്താവിന് നമ്മൾക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാം. ഉദാഹരണത്തിന് അയാൾ 4 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയുടെ മരണശേഷം അതിൽ 6-1 ഈ ഭർത്താവിന് കിട്ടും. ആ സ്വത്ത് 4 ഭാര്യമാരിലും അയാൾക്ക് 16 മക്കളുണ്ടെങ്കിൽ ആ 16 മക്കൾക്കും അതിലവകാശം കിട്ടും. താൻ പ്രസവിച്ച 4 മക്കൾക്കും അതിലൊന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഈ 4 ഭാര്യമാർക്കും ഷറഹ് പ്രകാരമുള്ളതിൽ ഒരു ഓഹരിയെ കിട്ടുന്നുള്ളൂ. അത് നീതിക്ക് ഇതാണ് പലരും ചോദിക്കുന്ന ഒരു സംശയമാണത്. അപ്പോൾ സ്ത്രീ അബലയായുള്ള സ്ത്രീക്ക് അത് ശരിയാവുമോ? അങ്ങനെയാവുമ്പോൾ തനിക്ക് കിട്ടേണ്ട വിഹിതം 4 ഭാര്യമാർക്ക് കൂടി കൊടുക്കണം. അതേ സ്ഥാനത്ത് ഭാര്യ മരിച്ചാൽ ആ വിഹിതം ഒരാൾക്ക് തന്നെ കിട്ടുന്നു. അയാളുടെ മരണശേഷം 4 ഭാര്യമാരുള്ള മക്കൾക്കുമായിട്ട് കിട്ടും. ഒന്നിലധികം സ്ത്രീകൾ ഭാര്യമാരായി ഉണ്ടാകുമ്പോൾ സ്വത്ത് വീതിക്കുന്ന സമയത്ത് നീതിയല്ലാതെ സ്വത്ത് വീതിക്കേണ്ടി വരില്ലേ? അഥവാ ഭാര്യക്ക് ലഭിക്കേണ്ട സ്വത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ, കൂടുതൽ ഭാര്യമാരുണ്ടാകുമ്പോൾ അവർക്കിടയിൽ വീതിക്കപ്പെടേണ്ട അവസ്ഥയുണ്ടാകുമല്ലോ. അത് അനീതിയല്ലേ? അതേസമയം തിരിച്ചങ്ങനെ ഇല്ലല്ലോ. അഥവാ ഭർത്താവ് ഭാര്യ മരിക്കുകയാണെങ്കിൽ അവളുടെ സ്വത്തിന് ഭർത്താവിന് തന്നെയല്ലേ അവകാശം വരുന്നത് എന്ന്. ഇവിടെ സ്വത്തവകാശത്തിന്റെ നിയമങ്ങൾ എന്നത് കേവലം വൈകാരികതയുടെ മാത്രം അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതല്ല, മറിച്ച് അതിന് കൃത്യമായ നിയമവും അതിന് കൃത്യമായ നീതിയുമുണ്ട്. ഇതേ ചോദ്യം ഒരു മകന് ചോദിക്കാം. പിതാവ് അയാൾക്ക് ഒറ്റ മോനാണ്. ആ ഒരു മോനാണെങ്കിൽ 1 കോടി രൂപ സമ്പത്തുള്ള പിതാവിന്റെ 1 കോടി രൂപയും അയാൾക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു പിതാവിന് ഒരു 10 മക്കളുണ്ടായാൽ 10 ലക്ഷം കിട്ടണുള്ളൂ. അപ്പോ ഇത് അനീതിയല്ലേ? അതേസമയം ഈ മകൻ മരിക്കുകയാണെങ്കിലോ, പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഈ മകൻ മരിക്കുകയാണ്. ഈ 10 മക്കൾക്ക് സ്വത്തുണ്ട്. 10 മക്കളും മരിച്ചാലും പിതാവിന് കിട്ടേണ്ട സ്വത്ത് ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. ആ പിതാവിന്റെ സ്വത്തിന് അർഹമാകും എല്ലാവരും. എല്ലാവരുടെയും സ്വത്തിന് പിതാവിന് അർഹതയുണ്ടെന്നർത്ഥം. ഇവിടെ നിയമത്തിന്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിലേ പോകാൻ കഴിയും. അവിടെ ഒരിക്കലും അനീതി കടന്നു വരുന്നില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഒന്നിലധികം ഭാര്യമാരുള്ള സ്ത്രീകൾ, ഒരു പുരുഷൻ അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ ഒരു സ്വത്തുമില്ലാത്ത ഒരാളാണ് മരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു സ്വത്തുമില്ലാത്തൊരു മനുഷ്യനാണ് മരിക്കുന്നത്. ഒന്നിലധികം ഭാര്യയല്ല, ആൾക്കൊരു ഭാര്യയുള്ളൂ. അയാൾ മരണപ്പെടുമ്പോൾ ഈ സ്ത്രീയുടെ സംരക്ഷണം എങ്ങനെയാണ്? സ്വത്തിന്റെ എല്ലാം ലക്ഷ്യം അതാണല്ലോ, സംരക്ഷണമാണല്ലോ. സ്ത്രീയുടെ സംരക്ഷണം എങ്ങനെയാ? ഒരു സ്വത്തുമില്ല. അപ്പോഴോ ഇവിടെയാണ് ഇസ്ലാമിന്റെ മാനവികമായ മുഖം നമ്മൾ കാണുക. ഇസ്ലാം പഠിപ്പിക്കുക ഏത് സന്ദർഭത്തിലാണെങ്കിലും സ്ത്രീ അടുത്തു ബന്ധമുള്ള പുരുഷനാൽ സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഇവിടെ സ്വത്തിന്റെ എല്ലാം പ്രശ്നം ലോകത്ത് ആകെ ഒരു 10-15% മനുഷ്യന്മാരുടെ പ്രശ്നമാണ്. സ്വത്ത് എന്ന്, പൊസഷൻ എന്ന്, സ്വന്തമായി എന്തെങ്കിലും ഒരു സമ്പാദ്യമെന്ന് എടുത്തു വെക്കാനുള്ള സമ്പാദ്യം എന്നത് ലോകത്തെ 10-15% മനുഷ്യന്മാരുടെ പ്രശ്നമാണ്. ബാക്കി 10-85% മനുഷ്യന്മാരുടെ ഒരു സ്വത്തുമില്ലാത്ത, ഒന്നുമില്ലാത്ത, അടുത്ത തലമുറക്ക് ഒന്നും കൊടുക്കാനില്ലാത്ത ആളുകൾ. അവർക്കും സംരക്ഷണം ആവശ്യമല്ലേ? ഇവരാരാണെങ്കിലും അവരുടെ സംരക്ഷണം, ഏത് സ്ത്രീ അബലയാണ്, പ്രയാസമുള്ളവളാണ്, ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ അവളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പിതൃസ്വത്തിന്റെയോ ഭർത്തൃസ്വത്തിന്റെയോ അല്ലെങ്കിൽ പുത്രസ്വത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച്
അത് അധ്വാനിക്കാൻ കഴിയുന്ന, പടച്ചവൻ അധ്വാനിക്കാനുള്ള കഴിവ് നൽകിയ പുരുഷൻ, അവളുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ട പുരുഷന്റെ ഉത്തരവാദിത്വമാണ് അവളെ സംരക്ഷിക്കൽ. അത് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ്, ഇല്ലെങ്കിൽ പിതാവുണ്ടെങ്കിൽ പിതാവ്, അതല്ലെങ്കിൽ സഹോദരന്മാർ, അതൊന്നുമില്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവാരാണോ അയാൾ സംരക്ഷിച്ചു കൊള്ളണം. അതാണ് ഇസ്ലാമിന്റെ വിധി. പിന്നെ സ്വത്തവകാശം എന്നത് സ്വാഭാവികമായും അതിന് അതിൻ്റെതായ തലങ്ങളുണ്ട്. അതിന് എല്ലായ്പ്പോഴും 100% നീതി നടപ്പാക്കാൻ സ്വത്ത് വിതരണത്തിന് സാധ്യമല്ല. ഉദാഹരണത്തിന് നോക്കുക, ഒരാള് ഒരു വലിയ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ആദ്യത്തെ മോൻ, മൂത്ത മകൻ ഇയാളോടൊപ്പം ബിസിനസ് ബിസിനസ് ചെയ്തു, ബിസിനസ് പഠിച്ചു. അങ്ങനെ അയാൾ ഈ ബിസിനസ്സിൽ നിന്ന് ബിസിനസ് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി. ഇപ്പൊ വാപ്പാനെക്കാളും വലിയ കച്ചവട സ്ഥാപനങ്ങളുമായി അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൻ, അയാൾ പഠിച്ചു, വലുതായി, ഡോക്ടറായി, ഒരു നല്ല സ്പെഷ്യലിസ്റ്റായി, നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു, ഒരു ആശുപത്രി നടത്തുന്നു, ആശുപത്രി നല്ല പ്രാക്ടീസ് ഉണ്ട്, അയാൾക്ക് നന്നായി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകൻ, അയാൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പ മരണപ്പെട്ടു. സ്വത്ത് എങ്ങനെ വീതിക്കണം? സ്വത്ത് വീതിക്കേണ്ടത് എങ്ങനെയാണ്? വികാരം പറയും, മൂന്നാമത്തെ മോനക്കൊന്നും കിട്ടിയില്ല, അവനക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം. പക്ഷെ നിയമത്തിന് പറയാൻ കഴിയില്ല. നിയമത്തിന്റെ ഒരു രീതി ഉണ്ട്, അതിലേ പോകാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ മകന് മാത്രമായി ശരിക്ക് വൈകാരികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, മൂന്നാമത്തെ മകന് തീർച്ചയായും കൂടുതൽ സ്വത്തിന് അവകാശം കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ മോൻ വാപ്പാന്റെ സ്വത്തിൽ നിന്നാണ് ഇത് രണ്ടാളും ഉണ്ടാക്കിയത്, വലുതായത് അല്ലാണ്. പക്ഷേ നിയമത്തിന് അത്തരം തലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ബഹുഭാര്യത്വം എന്നത് പ്രകൃതിപരമായ അനിവാര്യതയായി തീരുന്ന പുരുഷനെ അനുവദിച്ചപ്പോൾ, ആ പുരുഷനോട് അയാൾ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ അവരുടെ, ഒരു സ്ത്രീയാണെങ്കിലും ഒന്നിലധികം ആണെങ്കിലും അവരോടെല്ലാമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും അവർക്കെല്ലാമുള്ള ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണമെന്നും നീതിയോടുകൂടി പെരുമാറണമെന്നും പഠിപ്പിച്ചു. ഒരു തരത്തിൽ അതിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന സ്വത്ത്, ആ സ്വത്തിൽ ഒരു ശതമാനം, അവിടെ ഇപ്പൊ സഹോദരിയുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഭാര്യക്കുള്ള ശതമാനമായി പറഞ്ഞിട്ടുള്ള 8/1, അതിൽ തന്നെ ബാക്കിയുള്ളവർ കൂടി ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ അതിലാകുമല്ലോ എന്നുള്ളതാണ്. മക്കൾക്കുള്ള സ്വത്തിന് ഇതേ പ്രശ്നമുണ്ട്. മക്കൾക്കും ഇതേ സങ്കല്പം മക്കൾ തിരിച്ചു പറഞ്ഞാൽ ഭാര്യൻ്റെത് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മക്കളതും ഇതേ പ്രശ്നമില്ലേ. അതുകൊണ്ട് മക്കൾക്ക് ആർക്കാനും തീരുമാനിക്കാൻ കഴിയോ? മക്കൾക്ക് പറയാൻ കഴിയോ അപ്പാനോട് എനിക്ക് കൂടുതൽ സ്വത്ത് കിട്ടൂല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മതി എന്ന് അവനക്ക് പറയാൻ പറ്റും? പറയാൻ കഴിയില്ല. അവിടെ നീതിയുടെ, അവിടെ അയാൾ സമ്പാദിച്ച സ്വത്ത്, അയാളുടെ അടിസ്ഥാനപരമായ ആവശ്യം, അയാളുടെ പ്രകൃതി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. ഒരിക്കലും സ്ത്രീയോട് ഒരു അനീതിയും ഇവിടെ വരുന്നില്ല, സ്ത്രീയോട് ഒരിക്കലും ഒരു വിവേചനവും വരുന്നില്ല. അവിടെ സ്ത്രീയെ സംരക്ഷിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ടാക്കുന്നു. സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ അവിടെ ഒരു തലത്തിൽ മാത്രമല്ല, എല്ലാ തലത്തിലാണെങ്കിലും സ്ത്രീക്കും പുരുഷനും സൗകര്യപ്രദമായ നീതിയോടുകൂടിയുള്ള നിയമമാണ് ഇസ്ലാമിൻ്റെത് എന്നുള്ളതാണ് വസ്തുത. പരലോക വിജയം ലഭിക്കാൻ പ്രവാചക പാത പിന്തുടരാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തെ പല ഭാഗങ്ങളിലും, ഭൂമിയുടെ പല ഭാഗങ്ങളും ഈ ഇസ്ലാമിൻ്റെ സന്ദേശം എത്താത്ത പല ഭാഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചേരിയിൽ ഓരോ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുണ്ട്. ഇവര് പരലോക വിജയം ഇവർക്ക് സാധ്യമാവുമോ? അതാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ഭൂമിയിൽ ഭൂരിഭാഗം ആൾക്കാർ മുസ്ലിം ആയത് ആ മാതാപിതാക്കൾ ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ്. മറ്റു മതങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ ആ മതങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ്. നമ്മൾ മുസ്ലിം മതങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട്. അതായത് നേരായ ഖുറാനിക പാത മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് മറ്റുള്ള പാതങ്ങളെ അപേക്ഷിച്ച്. മറ്റുള്ള മതങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ദൈവിക ഈ ഗ്രന്ഥം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് ഈ സ്പെഷ്യൽ കൺസിഡറേഷൻ ഈ കുറച്ച് ഈ മുസ്ലിം സമൂഹത്തിന് കൊടുത്തു? ഒന്നാമത്തെ ചോദ്യം, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് മരണാനന്തര ജീവിതത്തിൽ രക്ഷ ലഭിക്കാൻ വല്ല മാർഗമുണ്ടോ? എല്ലാവർക്കും രക്ഷ ലഭിക്കാൻ ഒരു മാർഗമാണ് പടച്ചോന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ അവരറിഞ്ഞിട്ടില്ലല്ലോ എന്നല്ല, അവര് അറിയിക്കേണ്ടത് ബാധ്യതയാണ്, അറിയേണ്ടത് അവരുടെയും ബാധ്യതയാണ്.
ലോകത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും തീർച്ചയായും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തീർച്ചയായും ഈ ലോകത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ ചർച്ചകളിൽ ഞങ്ങളൊന്നുമല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതിന് പകരം മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട, മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായി ഓരോരുത്തരും ഏത് ചേരിയിലുള്ള ആളാണെങ്കിലും എവിടെയുള്ള ആളാണെങ്കിലും ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരലോകത്തെ രക്ഷ എന്നുള്ളത് പടച്ചോൻ കൊടുക്കുന്നതാണ്. പടച്ചോൻ ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി ചെയ്യില്ല. ഖുർആനിൽ പല തവണ പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ വലാ യുദ്ലമൂന നഖീറ എന്ന് പറയുന്നുണ്ട്. ഒരു തരിമ്പ് പോലും അനീതി ആരോടും ചെയ്യില്ല, ഒരു തരിമ്പ് പോലും. അതിനുവേണ്ടിയാണ് വിചാരണ പരലോകത്ത്. പരലോകത്ത് വിചാരണ നടന്നു കഴിഞ്ഞുമ്പോ ഓരോരുത്തരും നരകത്തിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഓരോരുത്തരും മനസ്സിലാക്കും ഞാൻ ഇതിന് അർഹൻ തന്നെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകൾക്ക് സന്ദേശം എത്തിയിട്ടില്ലെങ്കിൽ അവരെ അനീതിയോടുകൂടി അള്ളാഹു നരകത്തിലേക്ക് ഇടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താ ചെയ്യാതെ നമുക്കറിയൂല. തീർച്ചയായും അള്ളാഹു ഒരു തരിമ്പ് പോലും അനീതി ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ബേജാറാവേണ്ടതില്ല. ഇതിനനുബന്ധമാണ് അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുസ്ലിങ്ങൾക്ക് പഠിച്ചുവാൻ ചെറിയൊരു സൗകര്യമുണ്ട്. എന്താണ്? ജനിച്ചതുകൊണ്ട് മുസ്ലിങ്ങളായവരാണ് നമ്മൾ. അങ്ങനെ ആയാൽ നമ്മളാരും മുസ്ലിം ആകൂല. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വാപ്പിയും മുസ്ലിം പേരുള്ളവരായതുകൊണ്ട് മുസ്ലിം ആയതാണ് നമ്മളെങ്കിൽ യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ നമ്മൾ ആവില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചോനെ സമർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. പടച്ചോനെ സമർപ്പിച്ചവനാകണമെങ്കിൽ പടച്ചവനെ അറിഞ്ഞ് മനസ്സിലാക്കി പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവനാകണം. അതിന് അങ്ങനെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവർക്ക് അവസരമുണ്ടെങ്കിൽ അതിന് തീർച്ചയായും അവരത് ചെയ്യണം. ഒരു അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ഒരാൾ അങ്ങനെ വന്നാൽ, അഥവാ അയാൾ ഇന്നു മുതൽ തീരുമാനിക്കുന്നു ഞാൻ പടച്ചോന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നത്, സാങ്കേതികമായി അയാൾ മുസ്ലിം ആയി കഴിഞ്ഞു. ഇനി അയാൾ പടച്ചവന്റെ നിയമനിർദ്ദേശം എവിടെയെന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഖുർആൻ മാത്രമാണ് അയാളുടെ മുന്നിൽ കിട്ടുള്ളൂ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അയാൾ ജീവിക്കാൻ ആരംഭിച്ചാൽ അയാൾ മുസ്ലിമാണ്. ഞാൻ പറയുന്നത് ആരാണെങ്കിലും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാലേ രക്ഷപ്പെടുള്ളൂ. അത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാലും അമുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാലും. ഇവിടെയാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് കുറച്ചൊരു സൗകര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം. സൗകര്യമുണ്ട്, അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് മുസ്ലിമാകുവാൻ വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യാതെ തന്നെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് അവസരം ഉണ്ടായി എന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയതിന് അള്ളാഹു തിരിച്ചാവശ്യപ്പെട്ട കാര്യമാണ് ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത ഏറ്റെടുക്കാൻ. ആ ബാധ്യത ഏറ്റെടുക്കുമ്പോഴാണ് ആ അനുഗ്രഹത്തിനുള്ള നന്ദിയായി തീരുക. ഈ സന്ദേശം എത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായും ഇത് നമ്മൾ പലപ്പോഴും എത്താത്ത ചേരി പ്രദേശങ്ങളെയും എത്താത്ത കാട്ടിലുള്ള ആദിവാസികളെയും ദുർവപ്രദേശങ്ങളിലുള്ള ആളുകളെയും എല്ലാം കുറിച്ച് പറഞ്ഞ് പേടിച്ച് മനസ്സിലാക്കി ചോദിച്ച് ബേജാറാവാറുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. വലാദുലമൂന നഖീറ, അള്ളാഹു ഒരു തരിമ്പ് പോലും അനീതി അവരോട് ആരോടും ചെയ്യൂല. അവരിൽ ആരെങ്കിലും നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവർ സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും നരകത്തിൽ പോവുക. എന്നാൽ അവരെ കുറിച്ച് ആലോചിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. നാം നമ്മൾക്ക് ഇങ്ങനെ അനുഗ്രഹങ്ങൾ നൽകിയതിനു ശേഷം അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ട കാര്യമുണ്ട്. അതെന്താണ്? ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ സന്ദേശ പ്രചാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടിയുള്ളതാണ് ഈ പ്രോഗ്രാം. തീർച്ചയായും ഈ പ്രോഗ്രാം ഇവിടെ സമാപിക്കുമ്പോൾ നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം അതാണ്. ഇവിടെ കൂടിയിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ, നേരത്തെ ലാലിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. നമ്മളെല്ലാവരും പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ ഇവിടെ നാം ജീവിക്കുന്നു എന്നത് എത്രത്തോളം വലിയ യാഥാർത്ഥ്യമാണോ, നമ്മൾ മരണപ്പെടുമെന്നത് എത്രത്തോളം വലിയ സത്യമാണോ, അതേപോലെ തന്നെയുള്ളൊരു യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്.
അതിലാരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ കടന്നു പോവുക. ഖുർആനിന്റെ വരികൾ നിങ്ങൾക്ക് തീർച്ചയായും മരണാനന്തര ജീവിതം എന്നുള്ള വസ്തുതയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടേണ്ടതുണ്ട് നമ്മളെല്ലാവരും. മരണം ഏത് സമയത്തും കടന്നു വരാം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നുകൊണ്ട് ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാൻ, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ എല്ലാം നമുക്കെല്ലാം പ്രചോദനമാകുന്നത് ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ എല്ലാവരും, നമ്മളെല്ലാവരും രക്ഷപ്പെടണം. പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള പടച്ചവൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണ പ്രകാശനത്തിന്റെ ഭവനം സ്വർഗലോകം, അവിടെ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ സാധിക്കണം. ഈ സന്ദേശം എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള വിനീതമായ ഒരു പരിശ്രമമാണിത്. തീർച്ചയായും ഇവിടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾ ഗൗരവതരമായി ഈ വിഷയം പഠിക്കണമെന്നും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണമെന്നും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഗൗരവതരമായ പഠനത്തിന് വിധേയമാക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാളെ പരലോകത്ത് പടച്ചവന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഹാജരാക്കപ്പെടും. അള്ളാഹുവിന്റെ കോടതിയിൽ ഇതാ അവൻ സാക്ഷിയാണ്, നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. ഈ സന്ദേശം ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പരമാവധി പരിശ്രമിച്ചിരിക്കുന്നു. പടച്ചവൻ സാക്ഷി, നിങ്ങളെല്ലാവരും സാക്ഷി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, ഈ സന്ദേശം അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ജീവിക്കുന്നു നമ്മുടെ ചുറ്റുപാടും. അവർക്കിത് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ. നിച്ച് ഓഫ് ട്രൂത്തിന്റെ സെന്ററുകൾ ഇവിടെ അടുത്ത് ചാവക്കാടും അതേപോലെ തന്നെ വാടാനപ്പള്ളിയിലുമെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കൂടിയിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ, ഇനിയും അറിയണമെങ്കിൽ, ഇനിയും പഠിക്കണമെങ്കിൽ അതിന് ഈ സെന്ററുകളുമായി ബന്ധപ്പെടാം. അതല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ പള്ളിയുമായി ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഈ സന്ദേശ പ്രചാരണത്തിന് വേണ്ടി, ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടി കൈകോർത്ത് പിടിക്കാൻ ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കളോട് മുഴുവൻ അഭ്യർത്ഥിക്കുകയാണ്. നാം പഠിക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കുക, നിച്ച് ഓഫ് ട്രൂത്തുമായി സഹകരിക്കുക, ഞങ്ങളുടെ സെന്ററുകളുമായി ബന്ധപ്പെടുക. നിച്ചിന്റെ പ്രസിദ്ധീകരണമുണ്ട്, സ്നേഹസംവാദം മാസിക, അതേപോലെ തന്നെ പുസ്തകങ്ങളുണ്ട്, CD-കളുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുണ്ട്. അവയെല്ലാമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ സത്യമത പ്രബോധനം ഒരു ബാധ്യതയായി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുക. സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ, ഞങ്ങൾ ഇവിടെ കൂടിയിരുന്നത് പോലെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കുവാൻ, സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി കൂടിയിരിക്കാൻ നാഥ നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കർമ്മങ്ങളിൽ ലോകമാന്യവും അഹങ്കാരവും കടന്നുകൂടി കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ഹതഭാഗ്യന്മാരിൽ നിന്ന് ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഈ പ്രബോധന രംഗത്ത് അനുഭവപ്പെടുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമെല്ലാം നിന്റെ ഗ്രന്ഥവും നിന്റെ പ്രവാചകന്റെ സുന്നത്തും സലഫുസ്സാലിഹുകളുടെ മൻഹജും അനുസരിച്ച് മുന്നോട്ട് പോകാൻ, അടിപതറാതെ കാലിടറാതെ മുന്നോട്ട് പോകുവാൻ നാഥ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ.
ഖുർആൻ പരിഭാഷാ വിതരണം. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ.